ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കമ്പനികളുടെ സ്റ്റോക്ക് സംബന്ധമായ കാര്യങ്ങളിൽ കള്ളക്കളികൾ ഉണ്ടായാൽ അത് കണ്ടുപിടിക്കുകയും അതിന് കടിഞ്ഞാണിടുകയുമാണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അഥവാ സെബിയുടെ പ്രധാന ഉത്തരവാദിത്തം. എന്നാൽ ആ സെബിയുടെ മേധാവിക്ക് തന്നെ ഇന്ത്യയിലെ ഒരു പ്രധാന കമ്പനിയിൽ നിക്ഷേപമുണ്ടെങ്കിലോ, അതായത് ഏതാണ്ട് കുറുന്തോട്ടിക്ക് വാദം വന്നാലുള്ള അവസ്ഥ. ഇനി അതേ കമ്പനി ഓഹരി വിപണിയിൽ തട്ടിപ്പ് നടത്തിയതിന്റെ തെളിവുകൾ നമുക്ക് മുൻപിലുണ്ടെങ്കിലോ, ആ കമ്പനി രാജ്യം തന്നെ ഭരിക്കുന്ന കക്ഷിയുടെ പ്രധാന കയ്യാളും രാജ്യത്തിന്റെ ഭരണരാഷ്ട്രീയ തലങ്ങളിൽ സ്വാധീനം ചെലുത്താൻ ശക്തിയുള്ള അദാനി ഗ്രൂപ്പ് കൂടിയാണെങ്കിലോ. അതാണ് ഇന്നലെ ഹിൻഡൻബർഗ് പുറത്തുവിട്ട റിപ്പോർട്ടിന്റെ ചുരുക്കം. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ 2023 അദാനി ഗ്രൂപ്പ് ഓഹരി വിപണിയിൽ കൃത്രിമം കാണിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. അന്ന് അതിൽ അന്വേഷണം നടത്തേണ്ടിയിരുന്ന സെബി മൗനം പാലിച്ചു. അതിന് കാരണം അദാനി ഗ്രൂപ്പിന്റെ കമ്പനികളിൽ ഇതേ സെബി ചെയർപേഴ്സണ് നിക്ഷേപമുള്ളതുകൊണ്ടാണ് എന്ന് പറയുന്നു ഹിൻഡൻബർഗ്. ഗൗതം അദാനിയുടെ സഹോദരൻ വിനോദ് അദാനിയുടെ പേരിലുള്ള കമ്പനിയിൽ സെബി ചെയർപേഴ്സൺ മാധവി ബുച്ചും ഭർത്താവും നടത്തിയത് വൻ നിക്ഷേപം. മൗറീഷ്യസ് കേന്ദ്രീകരിച്ചുള്ള കടലാസ് കമ്പനി അദാനി ഗ്രൂപ്പിന്റെ ഓഹരികളിൽ വലിയ നിക്ഷേപം നടത്തി ഓഹരി മൂല്യം പെരുപ്പിച്ചു കാണിക്കുന്നു. മറ്റ് നിക്ഷേപകരെയും വിപണിയെയും നോക്കുകുത്തിയാക്കി ഈ പരിപാടി തുടർന്നത് കാലങ്ങളോളം. അദാനിയുടെ ഈ തട്ടിപ്പ് ഹിൻഡൻബർഗ് പോലൊരു ഏജൻസി പുറത്തുവിട്ടാൽ ആ കടലാസ് കമ്പനിയിൽ നിക്ഷേപമുള്ള സെബിയുടെ ചെയർപേഴ്സൺ എങ്ങനെ അന്വേഷണം നടത്തും? ഓഹരി വിപണിയിലെ കൃത്രിമങ്ങളെ നിയന്ത്രിക്കേണ്ട സെബി അദാനിയുടെ ചൂണ്ടയിലാണെന്ന് സാരം. അപ്പോൾ സെബിയെ ആര് നിയന്ത്രിക്കും? സെബിയുടെ നിയന്ത്രണമുള്ള കേന്ദ്ര സർക്കാർ ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തു വന്ന 24 മണിക്കൂറിന് ശേഷവും ഒരക്ഷരം മിണ്ടാത്തത് എന്തുകൊണ്ടാണ്? ഈ വിഷയം ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുമ്പോൾ അതിഥികളായി ചേരുന്നത് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ CPIM നിന്നും, അഡ്വക്കേറ്റ് വസന്ത് സിറിയക് കോൺഗ്രസ് നേതാവ്, പ്രിൻറ്റു മഹാദേവ BJP നിന്നും, ജോർജ് ജോസഫ് സാമ്പത്തിക രംഗത്തെ വിദഗ്ധൻ എന്നിവരാണ്. പ്രിൻറ്റു മഹാദേവ, 2023 ഹിൻഡൻബർഗ് അദാനി ഗ്രൂപ്പ് ഓഹരി വിപണിയിൽ തന്നെ നടത്തിയ തട്ടിപ്പുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടുന്നത്. അന്നതിൽ കാര്യക്ഷമമായി ഇടപെടേണ്ടിയിരുന്ന സെബി തുടർന്ന മൗനത്തിനെതിരെ പ്രതിപക്ഷം ഉൾപ്പെടെ വലിയ ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. സെബിക്ക് ആ വിഷയത്തിൽ ഒരു അന്വേഷണം നടത്താൻ കഴിയാതിരുന്നത് അതിന്റെ തലപ്പത്തിരിക്കുന്നയാൾ ഇതേ അദാനിയുടെ നിഴൽ കമ്പനികളിൽ ഷെയറുള്ള ആളായതുകൊണ്ടാണ് എന്ന് ഹിൻഡൻബർഗ് ഇപ്പോൾ പറയുന്നു. നോക്കൂ, അത് വാസ്തവമെങ്കിൽ ഈ രാജ്യത്തെ സമ്പദ്ഘടനയെ ആകെ ബാധിക്കുന്ന വിഷയമാണിത്. ഇങ്ങനെയൊരു റിപ്പോർട്ട് പുറത്തു വന്ന് 24 മണിക്കൂറിന് ശേഷവും ആ വിഷയത്തിൽ ഒരു നിലപാട് പറയേണ്ട കേന്ദ്ര സർക്കാർ മൗനം തുടരുന്നത് എന്തുകൊണ്ടാണ്? ഒന്നാമത്തെ കാര്യം, ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നാം ഇന്ന് നടത്തുന്ന ഈ ചർച്ചയിൽ അങ്ങ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് മുൻപ് ഈ അദാനിയുടെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സെബി യാതൊരുവിധ നടപടികളും ഉണ്ടായില്ല എന്ന് പറഞ്ഞു. ഞാൻ അതിനെക്കുറിച്ചൊന്ന് അതിനുശേഷം പറയാം. ഒന്നാമത്തെ കാര്യം, ഹിൻഡൻബർഗ് എന്ന് പറയുന്നത് ആഗോള വിദേശ ശക്തികളുടെ കയ്യിലെ ഒരു പാവയാണ്. സ്വാഭാവികമായിട്ട് ഈ രാജ്യം സുസ്ഥിരമായിട്ടുള്ള ഇന്ത്യൻ മാർക്കറ്റ്, പ്രത്യേകിച്ച് ഇന്ത്യൻ എക്കണോമിക് സിസ്റ്റത്തിലെ ഇന്ത്യൻ മാർക്കറ്റ്, സ്റ്റോക്ക് മാർക്കറ്റ് വളരെ സുസ്ഥിരമായിട്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് മുന്നോട്ട് പോകുന്നു. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ലോകത്തിൽ തന്നെ ആഗോളതലത്തിലുള്ള സ്റ്റോക്ക് മാർക്കറ്റുകൾ, ഇപ്പൊ ന്യൂയോർക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ആയിക്കോട്ടെ, ലണ്ടൻ സ്റ്റോക്ക് മാർക്കറ്റ് ആയിക്കോട്ടെ, സിംഗപ്പൂർ സ്റ്റോക്ക് മാർക്കറ്റ് ആയിക്കോട്ടെ, നിക്കി, ജപ്പാന്റെ ഏറ്റവും വലിയ സമ്പദ്ഘടനയുള്ള നിക്കി ആയിക്കോട്ടെ, ഇത് വലിയ തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് സുസ്ഥിരമായിട്ട് 10 വർഷമായിട്ട് ഇന്ത്യൻ മാർക്കറ്റ് വലിയ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ ആദ്യമായിട്ട് നമ്മളുടെ ഹിൻഡൻബർഗിന്റെ ആദ്യത്തെ റിപ്പോർട്ട് വരുന്നത്. ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അദാനി ഗ്രൂപ്പ് കൃത്രിമം കാണിച്ചു. ആ കൃത്രിമം കാണിച്ച സമയത്ത് സ്വാഭാവികമായിട്ട് അത് ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടാക്കിയിട്ടുള്ള ആഘാതങ്ങൾ, പ്രത്യാഘാതങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ആ പ്രഖ്യാപനങ്ങൾ വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് ഇന്ത്യൻ മാർക്കറ്റ് കരകയറിയത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹിൻഡൻബർഗ് ലക്ഷ്യമാക്കുന്ന, അദാനിയിലൂടെ ലക്ഷ്യമാക്കിയത് ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ തകർക്കുക എന്നുള്ള ആസൂത്രിതമായിട്ടുള്ള ഒരു അജണ്ടയാണ്. എന്നാൽ ഇവിടുത്തെ പ്രതിപക്ഷവും ഇവിടുത്തെ മാധ്യമങ്ങളും ഒക്കെ തന്നെ ഇത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു ശ്രമമായതുകൊണ്ട് തന്നെ അതിനെ വളരെയധികം പിന്തുണ കൊടുക്കുന്ന ലജ്ജാവഹമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. വാദം അത് പൊളിറ്റിക്കലാണ്. നമുക്കെങ്കിൽ ആ തരത്തിൽ തന്നെ ഈ കാര്യങ്ങളിലേക്ക് വരാം. ഒന്നാമതായി അങ്ങ് പറയുന്നു സെബി ഇതിൽ കാര്യക്ഷമമായി ഇടപെടൽ അന്ന് നടത്തിയതാണ് എന്ന്. അത് തന്നെ വാസ്തവ വിരുദ്ധമാണ്. സുപ്രീം കോടതിയിൽ ഈ കേസ് വന്ന പല ഘട്ടത്തിലും കൃത്യമായ സമയം കൊടുത്താണ് സുപ്രീം കോടതി ഈ വിഷയത്തിൽ സെബി അന്വേഷണ റിപ്പോർട്ട് നൽകണം എന്ന് പറഞ്ഞത്. അത് എത്ര തവണ നീട്ടിക്കൊണ്ടുപോയി എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അതൊന്ന്. രണ്ടാമത്തെ തവണ ഈ വിഷയത്തിൽ സെബി കാര്യക്ഷമ
കാര്യക്ഷമമായ അന്വേഷണം നടത്തിയിട്ടില്ല എന്ന് സുപ്രീം കോടതി തന്നെ ആ ജഡ്ജ്മെന്റിന്റെ ഭാഗമായി പറഞ്ഞതാണ്. 2, ഇനി അടുത്ത കാര്യം, സെബിയിലൂടെയും മാധവി ബുച്ചിലൂടെയും അദാനിയിലൂടെയൊക്കെ വിദേശ ശക്തികൾ ഇന്ത്യയെ ഈ നിലയിൽ തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന പ്രിന്റു മഹാദേവിന്റെ വാദം നോക്കൂ. അത് ഒരു വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ പോലും അതിന്റെ വസ്തുതയിലേക്ക് നമ്മൾ വരുമ്പോൾ മാധവി ബുച്ചിനെതിരെ വെറുതെ ഒരു ആരോപണം ഉന്നയിക്കുകയല്ലല്ലോ ഹിൻഡൻബർഗ് ചെയ്യുന്നത്. 2015 മുതൽ 2017 വരെയുള്ള കാലയളവിൽ അദാനിയുമായി ബന്ധപ്പെട്ട കമ്പനികളിൽ കൃത്യമായി മാധവി ബുച്ചും അവരുടെ ഭർത്താവും നിക്ഷേപം നടത്തിയതിന്റെ രേഖകൾ ഹിൻഡൻബർഗ് പുറത്തുവിടുന്നുണ്ട്. അതിനുശേഷം ഈ കമ്പനികൾ അദാനി ഗ്രൂപ്പിന്റെ വലിയ ഓഹരികൾ വാങ്ങുകയും ഓഹരി വിപണിയിൽ വലിയ അദാനി ഗ്രൂപ്പിന്റെ ഓഹരി പെരുപ്പിച്ചു കാണിക്കുകയും ചെയ്യുന്നു. അതാണല്ലോ ഹിൻഡൻബർഗിന്റെ ആദ്യത്തെ ആക്ഷേപം. ഇനി അതും പോരാഞ്ഞിട്ട് സെബിയുടെ ചുമതലയിലേക്ക് വരുന്നതിന് തൊട്ട് മുൻപായി, സെബിയുടെ ഡയറക്ടർ ബോർഡിലേക്ക് വരുന്നതിന് മുൻപായി തന്നെ മാധവി ബുച്ച് എന്താണ് ചെയ്യുന്നത്? ഈ അദാനിയുമായി ബന്ധപ്പെട്ട ഓഹരി വാങ്ങിയിട്ടുള്ളതിന്റെ വിവരങ്ങൾ, നിക്ഷേപം നടത്തിയിട്ടുള്ളതിന്റെ വിവരങ്ങൾ, ബാങ്ക് അക്കൗണ്ടുകൾ ഇതൊക്കെയും ഭർത്താവിന്റെ പേരിലേക്ക് മാത്രമാക്കി മാറ്റാൻ വേണ്ടി ഒരു ഇമെയിൽ സന്ദേശം അയച്ചു ഒരു റിക്വസ്റ്റ് കൊടുക്കുക കൂടി ചെയ്യുന്നു. അതുകൂടി പുറത്തുവിടുന്നുണ്ട് ഹിൻഡൻബർഗ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഹിൻഡൻബർഗിന്റെ ഗൂഢാലോചനയാകുന്നത്? അല്ല, തീർച്ചയായും ഞാൻ ചോദിക്കട്ടെ, ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്ത് സുപ്രീം കോടതി ഒരു സമിതിയെ നിയോഗിച്ചല്ലോ. ആ സമിതി നിയോഗിച്ചതിൽ കൃത്യമായിട്ട് ഈ ഹിഡൻബർഗിന്റെ അജണ്ടയെ കുറിച്ച് കൃത്യമായിട്ട് സുപ്രീം കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ജൂലൈ 17-ാം തീയതിയാണ് ഈ അദാനിക്കെതിരെയുള്ള കൃത്രിമ റിപ്പോർട്ടിന്റെ പേരിലുള്ള നോട്ടീസ് ഹിഡൻബർഗിന് അയക്കുന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള ആരോപണം ഹിഡൻബർഗ് ഉന്നയിക്കുന്നത്. അതാണ് നമ്മുടെ രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഓഹരിയിലുള്ള പങ്കാളിത്തം ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും മാസങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഹിഡൻബർഗിന്റെ ഈ ഇത്തരത്തിലുള്ള സെബിയുമായി അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഹിഡൻബർഗിന് ഇത്രയും കാര്യങ്ങൾ അവർ അറിയുമായിരുന്നെങ്കിൽ അവർ ഈ കാര്യങ്ങളൊക്കെ പൊതുസമൂഹത്തിന് മുമ്പിൽ വ്യക്തമാക്കേണ്ടതില്ല. പ്രിന്റു മഹാദേവ, ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ സുപ്രീം കോടതി അങ്ങനെ ഒരു നിരീക്ഷണത്തിലേക്ക് തന്നെ വരുന്നത്. ഇപ്പോൾ താങ്കൾ പറഞ്ഞ ചില വാദങ്ങളുണ്ടല്ലോ കോടതിയുമായി ബന്ധപ്പെട്ട് ഈ അദാനിയുടെ വിഷയത്തിൽ, അതിന്റെ ആധാരം തന്നെ സെബിയുടെ റിപ്പോർട്ടായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ അതിനെ വിശ്വസിച്ചു. കാരണം എന്താണ്? ഇപ്പോൾ ഇന്ത്യയുടെ കറൻസിയുമായി ബന്ധപ്പെട്ട് റിസർവ് ബാങ്ക് എടുക്കുന്ന അതേ റോളാണ് ഓഹരി വിപണിയിൽ സെബി എന്ന സ്ഥാപനത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ സെബി പറഞ്ഞ കാര്യങ്ങൾ പൊതുജനങ്ങളൊക്കെ വിശ്വസിച്ചു. പക്ഷേ ഈ സെബി നടത്തിയ അന്വേഷണത്തെ സംശയത്തിന്റെ നിഴലിൽ ഇപ്പോൾ നമ്മൾ നിർത്തേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? സെബിയുടെ തലപ്പത്തിരിക്കുന്നത് ഈ മാധവി ബുച്ചാണ്. ഈ മാധവി ബുച്ചിന് അദാനിയുടെ കമ്പനികളിൽ നിക്ഷേപം ഉണ്ടായിരുന്നു. ആ വാദം പ്രിന്റു മഹാദേവ് തള്ളുന്നുണ്ടോ? അത് കെട്ടിച്ചമച്ച വാദമാണ് എന്ന് കരുതുന്നുണ്ടോ? അല്ല, ഞാൻ പറയാം, സ്വാഭാവികമായിട്ട് ഈ മാധവി ബുച്ചിന് സ്വാഭാവികമായിട്ടും അദാനിയുടെ കമ്പനിയിൽ ഓഹരി ഉള്ളതിൽ നാം സംശയിക്കേണ്ട. അവർ ഈ മേഖലയിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വലിയ രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. സ്വകാര്യ മേഖലയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു വ്യക്തി സെബിയുടെ ഹെഡിലേക്ക് വരുന്നത്. പക്ഷെ സ്വാഭാവികം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അങ്ങനെ സ്വകാര്യ മേഖലയിൽ നിന്ന് വന്ന മാധവി ബുച്ച് അദാനിയുടെ ഏതെങ്കിലും കമ്പനികളിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റില്ല എന്നാണോ പ്രിന്റു പറയുന്നത്? അങ്ങനെയല്ല. ഈ നിഴൽ കമ്പനികളിൽ അദ്ദേഹം സ്വകാര്യ നിക്ഷേപം നടത്തിയിട്ടില്ല. അദ്ദേഹം ഇന്ന് പത്രസമ്മേളനത്തിനകത്ത് കൃത്യമായിട്ട് മാധ്യമങ്ങൾ കൊടുത്ത് പറഞ്ഞല്ലോ. അദ്ദേഹത്തിന്റെ മുഴുവൻ സ്വത്തുപേരുകളും ഓഹരി സംബന്ധമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും പൊതുസമൂഹത്തിന് മുമ്പിൽ അവൾ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. ഈ നിഴൽ കമ്പനി എന്ന് പറഞ്ഞാൽ കടലാസ് കമ്പനി എന്നാണ് അർത്ഥം, നമ്മൾ സാധാരണ ഭാഷയിൽ പറയും. അപ്പോൾ ഈ കടലാസ് കമ്പനിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എങ്ങനെയാണ് അത് പൊതുസമൂഹത്തിന് മുന്നിൽ മാധവി ബുച്ചിന് വെക്കാൻ സാധിക്കുക? ഒന്ന്, ഇനി എനിക്ക് അങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ല എന്ന് മാധവി ബുച്ച് പറയുകയാണെങ്കിൽ ആ അക്കൗണ്ട് അല്ലേ ഭർത്താവിന്റെ പേരിലേക്ക്, അതൊരു ജോയിന്റ് അക്കൗണ്ട് ആയിരുന്നു ആദ്യം. ആ ജോയിന്റ് അക്കൗണ്ട് സെബിയുടെ ചുമതലയിലേക്ക് വരുമ്പോൾ ഭർത്താവിന്റെ പേരിലേക്ക് മാത്രം മാറ്റണം എന്ന് കാണിച്ചാണല്ലോ ഇവർ ഇമെയിൽ അയക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ട് എന്നുള്ളതല്ലേ വാസ്തവം? അല്ല, ഇതുമായി ബന്ധപ്പെട്ട് അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ അദാനിയുടെ ഈ കടലാസ് കമ്പനികളുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള ഷെയർ ഓഹരികളും ഈ ഭർത്താവിനും ഇവരുടെ ഈ ഭാര്യയ്ക്കും ഭർത്താവിനും ഇല്ല എന്നുള്ള കാര്യം കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. പൊതുസമൂഹത്തിൽ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ, അവരുടെ സ്വത്ത് വിവരങ്ങളെ കുറിച്ച്, ഓഹരി വിപണിയെ കുറിച്ച് കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ അവർ സമർപ്പിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആദ്യമായിട്ട് അദാനിയിലൂടെ ഇന്ത്യൻ മാർക്കറ്റിനെ തകർക്കാനുള്ള ശ്രമമാണ് ഹിഡൻബർഗ് നടത്തിയത്. അതിനുശേഷം 2024 നോക്കൂ. അങ്ങനെയാണെങ്കിൽ ഈ അദാനിയുമായി ബന്ധപ്പെട്ട് വീണ്ടും ഇന്ത്യൻ മാർക്കറ്റ് തകരുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് ആരാണ് എന്നുള്ളത് അതൊരു രാഷ്ട്രീയ ചോദ്യമാണ്. അത് അവിടെ നിൽക്കട്ടെ. ഞാൻ അപ്പോഴും ചോദിക്കുന്നത്, പ്രിന്റു പറയുന്നു, ഇന്നിപ്പോൾ മാധവി ബുച്ച് പറയുകയാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ബന്ധവുമില്ല, ഇങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ല, എനിക്ക് അദാനി ഗ്രൂപ്പിന്റെ കമ്പനികളിൽ ഷെയർ ഇല്ല എന്ന് മാധവി ബുച്ച് പറഞ്ഞത് കൊണ്ട് ഉള്ളത് ഇല്ലാതാകുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഏത് അക്കൗണ്ടാണ്? ജോയിന്റ് അക്കൗണ്ട് ഭർത്താവിന്റെ പേരിലേക്ക് മാത്രം മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് മാധവി ബുച്ചും ഭർത്താവും ഇമെയിൽ അയച്ചത്. ആ ഇമെയിൽ കൂടി ഹിൻഡൻബർഗ് പുറത്തുവിടുന്നുണ്ടല്ലോ. അല്ല, ഞാൻ പറയട്ടെ. ഈ ഹിഡൻബർഗുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ട് അവർ ലക്ഷ്യം വെച്ചത് അദാനിയിലൂടെ ഇന്ത്യൻ മാർക്കറ്റിനെ തകർക്കുക എന്നുള്ളതായിരുന്നു.
ആ ലക്ഷ്യം അവർക്ക് വിജയിക്കാൻ സാധിച്ചില്ല. കാരണം അന്ന് അദാനിയുമായി ബന്ധപ്പെട്ട വിവാദം ഇന്ത്യൻ മാർക്കറ്റ് താഴോട്ട് വന്നു. പക്ഷെ 6 മാസം കൊണ്ട് ഇന്ത്യൻ വിപണി കുതിച്ചുയർന്നു. ഈ 2024 ജൂലൈ 17 സെൻസെക്സ് 81,000 റെക്കോർഡ് ഇട്ടുകൊണ്ടാണ് ഇന്ത്യൻ വിപണി കുതിച്ചുയർന്നത്. അപ്പൊ ന്യൂയോർക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ഒക്കെ തകർന്നൊരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഹിഡൻബർഗിന്റെ പെട്ടെന്നുള്ള ഈ പറയുന്ന ഒരു ആരോപണം ഉന്നയിക്കുന്നത്. ഈ ആരോപണങ്ങൾക്ക് പിന്നാലെ പോകുന്ന സമയത്ത് ഇന്ത്യൻ വിപണിയും അദാനിയും തകർക്കേണ്ടതിന്റെ ആവശ്യം എന്താണ് പ്രിന്റു? ഉണ്ട്. സുപ്രീം കോടതി നിരീക്ഷിച്ച കമ്മിറ്റി കൃത്യമായി പറഞ്ഞത് ഷോർട്ട് സെല്ലേഴ്സ് ആണ്. വ്യാപാര താല്പര്യമുള്ള ഒരു സംവിധാനമാണ് ഹിഡൻബർഗ് റിസർച്ച്. ആ ഹിഡൻബർഗ് റിസർച്ച് അതുകൊണ്ടാണ് ഇന്ത്യൻ ഓഹരി വിപണിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിൽക്കുന്നത്. കൃത്യമായിട്ട് അങ്ങനെയാണെങ്കിൽ ഈ ഹിൻഡൻബർഗ് ഇന്ത്യയിലെ കമ്പനികൾക്കെതിരെ മാത്രമോ അദാനിക്കെതിരെ മാത്രമോ അല്ലല്ലോ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുള്ളത്. ഹിൻഡൻബർഗ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചൈനയിലും എന്തിനായി ഹിൻഡൻബർഗ് ഉള്ളത് അമേരിക്കയിലാണ്. അവിടുത്തെ കമ്പനികൾക്കെതിരെ വരെ അവിടുത്തെ കോടതികൾ, ബാക്കിയൊക്കെ പോട്ടെ, ഹിൻഡൻബർഗ് പുറത്തുവിട്ട റിപ്പോർട്ട് പോട്ടെ, അവിടുത്തെ രാഷ്ട്രീയ ആരോപണങ്ങൾ പോട്ടെ, അവിടുത്തെ കോടതികൾ നടപടികൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ രാഷ്ട്രീയ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ഹിൻഡൻബർഗ് എന്നുള്ള ആക്ഷേപം എത്ര കണ്ട് നിലനിൽക്കും പ്രിന്റു? അല്ല, തീർച്ചയായും അത് നിങ്ങൾ തന്നെ ഇപ്പൊ പറഞ്ഞല്ലോ, ചൈനയിൽ അടക്കമുള്ള സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇടപെടുന്നു എന്നുള്ളത്. അപ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ ഇവരുടെ സ്ഥാപിതമായിട്ടുള്ള ലക്ഷ്യം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. സ്റ്റോക്ക് മാർക്കറ്റുകളിലെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ കണ്ടെത്തുക എന്നതാണ് അവരുടെ ബൈലൈനിൽ തന്നെയുള്ള കാര്യം. അതാണ് അവർ ഇപ്പോൾ ചെയ്യുന്നതും. അല്ല, നമ്മൾ സുപ്രീം കോടതിയുടെ സമിതിയുടെ റിപ്പോർട്ടിനകത്ത് സുപ്രീം കോടതി അംഗീകരിച്ച പ്രധാനപ്പെട്ട ഒരു വസ്തുത, ഈ പറയുന്ന കമ്പനിക്ക് സ്ഥാപിതമായ താല്പര്യമുണ്ട്, ഷോർട്ട് സെല്ലേഴ്സ് ആണ്. സ്വാഭാവികമായിട്ട് ആഗോള തലത്തിലുള്ള വിപണികൾ ഇടപെട്ടുകൊണ്ട് ഓഹരി വിപണിയെ തകർക്കാനുള്ള ശ്രമം നടത്തുന്നത്. ഒരു മിനിറ്റ്, എനിക്ക് മറ്റു അതിഥികളിലേക്ക് കൂടി പോകണമെങ്കിലും അതിലൊരു വ്യക്തത വരുത്തിയിട്ട് പോകാൻ വേണ്ടിയാണ്. അപ്പോൾ പ്രിന്റു പറയുന്നു ഹിൻഡൻബർഗിന്റേത് രാഷ്ട്രീയ താല്പര്യത്തോടു കൂടിയുള്ള ഒരു ഡേറ്റയാണ് ഇപ്പോൾ പുറത്തുവിട്ടത്. ശരി, അത് സുപ്രീം കോടതി മുൻപ് പറഞ്ഞ ചില വസ്തുതകൾ, ചില പോയിന്റുകൾ പ്രിന്റു അതിന് ഉദ്ധരിക്കുകയും ചെയ്യുന്നു. അതവിടെ നിൽക്കട്ടെ. അപ്പോഴും ഹിൻഡൻബർഗ് പുറത്തുവിട്ട രേഖകൾ അത് നമ്മുടെ മുന്നിൽ വസ്തുതകളായി ഉണ്ട്. അതാണ് ഞാൻ മുൻപ് പറഞ്ഞ ഈ അക്കൗണ്ട് വിവരങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ. സെബിയുടെ ചെയർപേഴ്സണ് ഇത്തരത്തിൽ ഈ ഓഹരി വിപണിയിലെ കമ്പനികളുമായി ബന്ധമുണ്ട് എന്നുള്ളത് സെബിയുടെ തന്നെ നിയമമുണ്ട്. 1992 സെബി ആക്ടിലെ ജനറൽ പ്രിൻസിപ്പിൾ സെക്ഷൻ 3 പറയുന്നത്, എ മെമ്പർ ഷാൾ നോട്ട് എക്സ്പ്ലോയിറ്റ് ഹിസ് പേഴ്സണൽ അഡ്വാൻറ്റേജ് എനി പേഴ്സണൽ ഓർ പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് വിത്ത് റെഗുലേറ്റഡ് എൻറ്റിറ്റീസ് ഓർ എനി എംപ്ലോയീസ് ഓഫ് സച്ച് എൻറ്റിറ്റീസ് എന്നാണ്. അതായത് ഈ സെബിയുടെ ആക്ടിന് തന്നെ വിരുദ്ധമായാണ് സെബിയുടെ ചെയർപേഴ്സൺ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അത് കണ്ടെത്തി കഴിഞ്ഞാൽ അവർക്കെതിരെ നടപടി ഉണ്ടാകണ്ടേ? ഹിൻഡൻബർഗിന്റെ താല്പര്യം രണ്ടാമത്തെ വിഷയമല്ലേ? അല്ല, അങ്ങനെയല്ല. ഈ സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഈ മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ച ഒരു വനിതയാണ് അവർ. സ്വാഭാവികമായിട്ട് അവർ, നിങ്ങൾ പറയാം, 2017 അവരുടെ മുഴുവൻ സ്വത്ത്, ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ അദ്ദേഹത്തിന്റെ സ്വത്ത് വിവരം അദ്ദേഹത്തിന്റെ ഭർത്താവിലേക്ക് നിങ്ങൾ മാറ്റിയത് നിങ്ങൾ തന്നെ സൂചിപ്പിച്ചു. അല്ല പ്രിന്റ്, ഇതാരോടാണ് ഇത് പറയുന്നത്? സെബിയുടെ ബൈലോയിൽ ഇങ്ങനെ ഒരു കാര്യമുള്ളപ്പോൾ സെബിയുടെ ഡയറക്ടർ ബോർഡിലേക്ക് വരുന്ന സമയത്ത് ഉണ്ടായിരുന്ന സ്വത്തെല്ലാം ജോയിന്റ് അക്കൗണ്ട് ഭർത്താവിന്റെ പേരിലേക്ക് മാത്രമാക്കി മാറ്റി. മറ്റേതോ സിനിമയിൽ പറയുമല്ലോ, ഇപ്പോൾ ആർക്കും ഒരു സംശയവും ഇല്ലല്ലോ അല്ലേ എന്ന തരത്തിലുള്ള ഒരു ഏർപ്പാടാണിത്. ആരെയാണ് ഇത് പറ്റിക്കുന്നത് പ്രിന്റു മഹാദേവ്? അങ്ങനെയല്ലല്ലോ. സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട, സെബിയുമായി ബന്ധപ്പെട്ട നിയമത്തെ കൃത്യമായി പാലിച്ചത് കൊണ്ടാണല്ലോ അവർ ഇതിന്റെ ഹെഡായിട്ട് മാറിയിട്ടുള്ളത്. ശ്രീ കെ അനിൽകുമാർ, നോക്കൂ, രണ്ട് കാര്യം. ഒന്ന്, ഹിൻഡൻബർഗ് ഇത്തരത്തിൽ സ്ഥാപിത താല്പര്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനം, അവർ ലക്ഷ്യം വെക്കുന്നത് അദാനിയോ സെബിയോ അല്ല, അതിലൂടെ ഇന്ത്യൻ സമ്പദ്ഘടനയെ തകർക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ വാദം. രണ്ടാമത്തത്, ഏറ്റവും അവസാനമായി പ്രിന്റു പറയുന്നത് എങ്ങനെയാണ്, അവരുടെ ഉദ്ദേശശുദ്ധി വളരെ നല്ലതായതുകൊണ്ടാണ് സെബിയുടെ തലപ്പത്തേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള കടലാസ് കമ്പനികളിലെ ഷെയർ ഭർത്താവിന്റെ പേരിൽ മാത്രമാക്കുന്നത് എന്നുള്ളതാണ്. നിഷ്കളങ്കമായി തന്നെ നമുക്കത് കണ്ണുമടച്ച് വിശ്വസിക്കാമല്ലേ? ഹിൻഡൻബർഗ് സ്വയം വെളിപ്പെടുത്തിയിട്ടുള്ളത്, ഞങ്ങളുടെ അന്വേഷണ റിപ്പോർട്ടിൻ്റെ ഭാഗമായി കമ്പോളത്തിൽ ഞങ്ങൾ ഇടപെടുമ്പോൾ ഷോർട്ട് സെല്ലിങ്ങിലൂടെ ഞങ്ങൾ ലാഭമുണ്ടാക്കുന്നുണ്ട്, ഞങ്ങൾ ഒരു കച്ചവടത്തിൻ്റെ മാർഗമായിട്ടാണ് ഇതിനെ കാണുന്നത് എന്ന് തന്നെയാണ് ഹിൻഡൻബർഗ് പറയുന്നത്. അദാനി ഒരു കച്ചവടക്കാരനായതുപോലെ ഹിൻഡൻബർഗും ഓഹരി മാർക്കറ്റിലെ കച്ചവടക്കാരനാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു നിയമം അനുസരിച്ചും ഹിൻഡൻബർഗ് ഒരു കുറ്റകൃത്യം ചെയ്തതായി നാളിതുവരെ ഇന്ത്യ സർക്കാർ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ അവർ പുറത്തു കൊണ്ടുവന്ന ഒരു വസ്തുതയും ഇന്ത്യ രാജ്യത്തിൻ്റെ ഏതെങ്കിലും നിയമം അനുസരിച്ച് കുറ്റകൃത്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. മാധവി ബൂച്ച് എന്ന് പറയുന്ന സെബിയുടെ ചെയർപേഴ്സൺ നാളിതുവരെ ഇപ്പോൾ പുറത്തു വന്ന വസ്തുതകളുമായി ബന്ധപ്പെട്ട് യാതൊരു മറുപടിയും നൽകിയിട്ടില്ല. ഇത് സെബിയെ ബാധിക്കുന്ന വിഷയമല്ല, സെബിയുടെ ചെയർപേഴ്സണായി പ്രവർത്തിക്കുന്ന വ്യക്തിയെ ബാധിക്കുന്ന വിഷയമാണ്.
അതുകൊണ്ട് ആദ്യം പറയേണ്ടത് രാഷ്ട്രീയ മറുപടിയല്ല, വ്യക്തിപരമായ മറുപടിയാണ്. അതിൽ അവർക്ക് അദാനിയുടെ ഓഹരികളിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ? സെബിയുടെ ചെയർപേഴ്സണ് അദാനിയുടെ ഓഹരികൾ ഇൻട്രസ്റ്റ് ഉണ്ടോ? ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഹിൻഡൻബർഗ് ആദ്യം റിപ്പോർട്ട് പുറത്തുവിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ സെബി നടത്തുന്ന അന്വേഷണം നടത്തുന്ന സമിതിയുടെ ചുമതലക്കാരിയായ ആള് ആർക്കെതിരെയായിട്ടാണോ ഈ വിഷയം ഉന്നയിക്കപ്പെട്ടത് അവരിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ് എന്ന് കണ്ടാൽ ആ അന്വേഷണം നീതിപൂർവമാണോ? ഈ വസ്തുത പുറത്തു പറയാതെ സുപ്രീം കോടതിയെ മാധബി ബൂച്ചും സെബിയും കബളിപ്പിക്കുകയല്ലേ ചെയ്തത്? നാലാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം, സുപ്രീം കോടതിയിൽ മാധബി ബൂച്ചും സെബിയും വ്യക്തമാക്കിയ ഒരു കാര്യം എന്താണെന്നറിയാമോ? വിദേശത്തുള്ള അല്ലെങ്കിൽ ഓഫ്ഷോർ അക്കൗണ്ടുകളുടെ വിശദാംശങ്ങൾ ലഭ്യമല്ല. അങ്ങനെ വിദേശത്തുള്ള ഓഫ്ഷോർ അക്കൗണ്ടുകളുടെ വിശദാംശങ്ങൾ ലഭ്യമല്ല എന്ന് അവർ പറയുമ്പോൾ അവർക്ക് സെബിയുടെ ചെയർപേഴ്സണ് ഈ അക്കൗണ്ട് വിവരങ്ങൾ അറിയാം. അവർ 2017 തന്നെ ഭർത്താവിൻ്റെ പേരിലേക്ക് മാറ്റം ചെയ്തിട്ടുണ്ട്. ഈ ഇൻട്രസ്റ്റ് 2017 തന്നെ അറിയാവുന്ന വ്യക്തി സുപ്രീം കോടതിയുടെ മുന്നിൽ ആ വിശദാംശങ്ങൾ അറിയില്ല എന്ന് പറയുമ്പോൾ ഇന്ത്യ രാജ്യത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിക്കുകയാണ്, സുപ്രീം കോടതിയെ വെല്ലുവിളിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ദിര എന്നാൽ ഇന്ത്യ, ഇന്ത്യ എന്നാൽ ഇന്ദിര, ഇത് അടിയന്തരാവസ്ഥയുടെ മുദ്രാവാക്യമായിരുന്നു. നിങ്ങൾ അടിയന്തരാവസ്ഥയുടെ വാർഷികമൊക്കെ ആഘോഷിക്കുന്നവരാണല്ലോ. അതുകൊണ്ട് BJP-ക്കാരോട് പറയുന്നത് അദാനി എന്നാൽ ഇന്ത്യ, ഇന്ത്യ എന്നാൽ അദാനി എന്ന് നിങ്ങൾ വ്യാഖ്യാനം ഉണ്ടാക്കാൻ പാടില്ല. പിന്നെ ഓഹരി മാർക്കറ്റിന്റെ വിശുദ്ധിയെക്കുറിച്ചൊക്കെ ഇന്ത്യ സർക്കാരിൻ്റെ തലവനായിരിക്കുന്ന നരേന്ദ്രമോദിക്കും അമിത്ഷയ്ക്കുമുള്ള വല്ലാത്ത കൂറ് നമ്മൾ കണ്ടതല്ലേ? തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ 3ാം ഘട്ടത്തിൽ നിങ്ങൾ പരമാവധി ഓഹരി മാർക്കറ്റിൽ നിക്ഷേപിക്കണം എന്ന് ആഹ്വാനം ചെയ്യുകയും BJP 400-ലധികം ജയിക്കുമെന്ന് നിരവധി മാധ്യമങ്ങളെ കൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് എക്സിറ്റ് പോൾ ഫലങ്ങൾ കൊണ്ടുവരികയും ഓഹരി വിപണി ഇങ്ങനെ ആകാശത്തോളം പൊക്കിയിട്ട് റിസൾട്ട് വന്നപ്പോൾ 45 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യൻ ഓഹരി വിപണിയിൽ ആളുകൾക്ക് നഷ്ടപ്പെട്ടത്. ഇത് ഇന്ത്യ രാജ്യത്ത് നടപ്പാക്കുന്ന ഒരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ് അദാനിയുമായി ബന്ധപ്പെട്ട് സംശയം മുഴലിലാണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്താണ്? ഒന്ന്, ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ ലാഭമുണ്ടാക്കുന്ന വ്യവസായി അദാനിയുടെ കമ്പനിയാണ്, ആർക്കും തർക്കമില്ല. ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ ടാക്സ് പെയർ അവരാണോ? അദാനിക്ക് വേണ്ടി മാത്രമായിട്ട് കൽക്കരിയുടെ മേഖലയിൽ നികുതി ഇളവ് ചെയ്തു കൊടുത്തിട്ടില്ലേ? വിദേശത്തെ കൽക്കരി ഇറക്കുമതി ചെയ്യുമ്പോൾ അത് സ്വീകരിക്കണമെന്ന് ഇവിടുത്തെ ഊർജ മേഖലയിൽ നിങ്ങൾ ഉത്തരവ് കൊടുത്തിട്ടില്ലേ? ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് അദാനിയുടെ ഓഹരികൾ വില വർദ്ധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുന്ന നിരവധി തീരുമാനങ്ങൾ നിങ്ങൾ എടുത്തില്ലേ? ഇതൊരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ്, ചെങ്ങാത്ത മുതലാളിത്തത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുമ്പോഴാണ് അദാനിയുടെ കമ്പനികൾ വിദേശത്ത് സമാഹരിക്കുന്ന പണം ഷെൽ കമ്പനികളിലൂടെ ഇന്ത്യയിലേക്ക് മടക്കിക്കൊണ്ടുവന്ന് ഇവിടെ നികുതി തട്ടിക്കുന്നു, കള്ളപ്പണത്തിൻ്റെ ഇടപാടുകാരായവർ മാറുന്നു എന്ന വസ്തുത ഹിൻഡൻബർഗ് പുറത്തു കൊണ്ടുവന്നത്. അതിൻ്റെ അന്വേഷണത്തിൽ ഒത്തുകളിക്കുന്ന സെബിയുടെ തലവൻ അദാനിയുടെ അടുക്കളയിലെ വിരുന്നുകാരി എന്നല്ല, അദാനിയുടെ അടുക്കളയിലെ സ്ഥിരതാമസക്കാരിയാണ് അവരും ഭർത്താവും എന്ന കാര്യമാണ് പുറത്തു വന്നിരിക്കുന്നത്. ആ വസ്തുത ഇന്ത്യ രാജ്യത്തിനെതിരായ വസ്തുതയല്ല, സെബിയുടെ ചെയർപേഴ്സണെതിരായ വസ്തുതയാണ്, അദാനിക്കെതിരായ വസ്തുതയാണ്. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് അപ്രകാരം ഒരു ഓഹരി ഇടപാട് ഇല്ല എന്ന് വ്യക്തമാക്കണം. അങ്ങനെ ഇല്ല എന്ന് വ്യക്തമാക്കാനാവില്ല, ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവ് പുറത്തു വന്നു കഴിഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്താണ്? ഇവർ കോടതിയിൽ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റിനകത്ത് അവരുടെ അപ്രകാരമുള്ള ഷെയർ വിവരങ്ങൾ, ഓഫ്ഷോർ ഷെയർ വിവരങ്ങൾ ലഭ്യമല്ല എന്ന് സുപ്രീം കോടതിയിൽ പറഞ്ഞത് കളവല്ലേ എന്ന ചോദ്യം ഉയർന്നവരും സത്യപ്രതിജ്ഞാ ലംഘനമാണ്. സുപ്രീം കോടതിയെ കബളിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കൃത്യമായിട്ടും JPC അന്വേഷണം ആവശ്യപ്പെടണം. മാധബി ബൂച്ച് ഉടൻ തന്നെ രാജിവെക്കണം. അവരെ ന്യായീകരിക്കുന്ന നാണംകെട്ട പരിപാടി BJP അവസാനിപ്പിക്കണം. യെസ്, ജോർജ് ജോസഫ്, നോക്കൂ, ഇപ്പോൾ ഈ രാജ്യത്തെ ഒരു പ്രമുഖ വ്യവസായി അദാനി ഗ്രൂപ്പിനെതിരെ ഒരാരോപണം വരുമ്പോൾ സെബിയുടെ തലപ്പത്തുള്ള ഒരു വ്യക്തിക്കെതിരെ അവർ അദാനിയുടെ കമ്പനികളിൽ നിക്ഷേപം നടത്തിയിട്ടുള്ള ആളാണ് എന്നുള്ള വിവരങ്ങൾ, രേഖകൾ സഹിതം പുറത്തു വരുമ്പോൾ എങ്ങനെയാണ് അത് ഇന്ത്യയുടെ തന്നെ സമ്പദ്ഘടനയെ തകർക്കാനുള്ള ബോധപൂർവമായ വിദേശ ശക്തികളുടെ ശ്രമമായി മാറുന്നത്? ശ്രീ ജോർജ് ജോസഫ്, അങ്ങനെ വരികയാണെങ്കിൽ അദാനിയാണ് ഇന്ത്യൻ മാർക്കറ്റിനെയും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയും നിയന്ത്രിക്കുന്നത് എന്നൊരു നറേഷൻ കൂടി അതിലേക്ക് കൊണ്ടുവരികയല്ലേ BJP?
BJP? അങ്ങനെയാണെങ്കിൽ അതിന് ആരാണ് അവർക്ക് ആ തരത്തിലുള്ള പവർ കൊടുത്തത്? അല്ല, ഒരു കാര്യം വ്യക്തമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ഇത് എന്ന് പറയുന്നത് നമ്മൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ കുറച്ച് കള്ളനോട്ടടിക്കുന്ന ആളുകളുമായി ചേർന്ന് ഒരു ബിസിനസ് നടത്തുന്നു എന്നിരിക്കുക. ആ തരത്തിലാണ് ഇപ്പോൾ ഇത് നടക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ പണവ്യവസ്ഥയുടെ കസ്റ്റോഡിയനായിട്ടുള്ള റെഗുലേറ്ററായിട്ടുള്ള റിസർവ് ബാങ്കിൻ്റെ ഗവർണർ എപ്രകാരമാണോ കള്ളനോട്ട് അടിക്കുന്നവരുമായി ബന്ധപ്പെട്ട് ഒരു കമ്പനിയിൽ പ്രവർത്തിക്കുന്നതെന്ന് വന്നാൽ അതിൻ്റെ വിശ്വാസ്യത ഇല്ലാതാവുന്നത് അതിനേക്കാൾ ഗുരുതരമായ രീതിയിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ വിശ്വാസ്യതയെ തകർക്കുന്ന നടപടിയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ഞാൻ ഈ ചർച്ച കംപ്ലീറ്റ് നേരത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായത്, ഹിൻഡൻബർഗ് ഒരു അമേരിക്കൻ കമ്പനിയാണ്. അവർ ഷോർട്ട് സെല്ലേഴ്സാണ്, അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, അവർക്ക് ലാഭം എടുക്കലാണ്, അവർക്ക് താല്പര്യങ്ങളുണ്ട്. ഇതെല്ലാം നമുക്ക് സമ്മതിക്കാം. അതുകൊണ്ട് ഹിൻഡൻബർഗിൻ്റെ റിപ്പോർട്ട് നമുക്ക് മാറ്റി നിർത്താം. പക്ഷേ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം ഇതാണ്, അതിനുശേഷം ഗ്ലോബൽ ജേർണലിസ്റ്റ് ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്ന 100-ൽ പരം വരുന്ന സ്വതന്ത്ര പത്രപ്രവർത്തകരും മാധ്യമപ്രവർത്തകരും ഒക്കെ ചേർന്നിട്ട് ഒരു ജേർണലിസ്റ്റ് ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്ന സംഘടന ഇതേ ആരോപണം വളരെ ശക്തമായ തെളിവുകളുടെ പിൻബലത്തോടുകൂടി വീണ്ടും ആവർത്തിച്ചു. അവർക്കെന്താ ഇൻട്രസ്റ്റ്? അവരുടെ ഇൻട്രസ്റ്റ് എന്താ? അവരേതെങ്കിലും സ്ഥാപനത്തിൽ നിക്ഷേപിക്കുകയോ ഏതെങ്കിലും സ്ഥാപനത്തിൽ ഷോർട്ട് സെല്ലിംഗ് നടത്തിയോ ഇന്ത്യൻ ഓഹരി വിപണിയെ തകർക്കുകയോ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തകർക്കുകയോ ഒക്കെ ചെയ്യണോ? അങ്ങനെ ഒരു ഇൻട്രസ്റ്റോടു കൂടിയാണ് അവർ ചെയ്തത്. ആ റിപ്പോർട്ട് ഇത് തന്നെ വളരെ ഗുരുതരമായ ആരോപണം ആണ് ഉന്നയിച്ചത്. ഇതേ ആരോപണങ്ങൾ തന്നെ കൃത്യമായി കുറച്ചുകൂടെ കൃത്യമായ ക്ലാരിറ്റിയോടുകൂടി അവർ പറയുകയാണ് ചെയ്തത്. മറ്റൊന്ന്, ഇവിടെ ചോദ്യത്തിന് ഉത്തരമല്ല, അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്നാണ് മറുപടി പറയുന്നത്. എന്താണ്? രാജ്യത്തെ തകർക്കുന്നു, ഇന്ത്യൻ ഓഹരി വിപണിയെ തകർക്കുന്നു. അങ്ങനെയാണെങ്കിൽ BJPക്കാരോട് നമുക്ക് ചോദിക്കാനുള്ളത്, ഇന്ത്യൻ സമ്പദ്ഘടന എന്ന് പറയുന്ന ലോകത്തെ വലിയൊരു ശക്തിയായിട്ട് മാറുന്ന സമ്പദ്ഘടന, ഇന്ത്യൻ ഓഹരി വിപണി സ്റ്റോക്ക് മാർക്കറ്റിലെ സെൻസെക്സ് 81,000 പോയിൻ്റ് മറികടന്ന കഥയൊക്കെ ഇവിടെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അമേരിക്കയിലെ ഒരു 2017 തുടങ്ങിയ ഒരു റിസർച്ച് സ്ഥാപനം ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ തകർക്കാൻ ശക്തരാണെങ്കിൽ അതിനെക്കുറിച്ച് എന്താ നമുക്ക് പറയാൻ പറ്റുക? എന്തായിരിക്കും അവരുടെ ഒരു ഇതെന്ന് പറയുന്നത്? അപ്പോൾ ഇത്തരം ബാലിശം, ഈ അദാനിക്കെതിരെ ഒരു അറ്റാക്ക് വരുമ്പോൾ അത് ഇന്ത്യക്കെതിരായിട്ടുള്ളൊരു അറ്റാക്കാണ്, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ അവർ തകർക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ളൊരു അറ്റാക്കേക്ക് വഴിതിരിച്ചു വിടുന്നു. ഈ നേരത്തെ ഒരു കൊല്ലം മുമ്പ് ഹിൻഡൻബർഗ് ഉന്നയിച്ച ആ റിപ്പോർട്ടിൽ, അവർ കൊണ്ടുവന്ന റിപ്പോർട്ടിൽ പറയുന്ന കാര്യം ഇതാണ്. അവർ പറയുന്ന 88 ചോദ്യങ്ങൾ അക്കമിട്ട് നിരത്തി അതിൽ ചോദിക്കുന്നുണ്ട്. അതിനേതെങ്കിലും ഒരു കാര്യത്തിന് വസ്തുതാപരമായി കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റോ മറുപടിയോ വന്നിട്ടുണ്ടോ? അദാനിയുടെ ഭാഗത്തു നിന്ന് പത്രക്കാർക്ക് കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, ഞങ്ങൾക്കിതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഇത് ബേസ്ലെസ് ആയിട്ടുള്ളൊരു കാര്യമാണെന്നുള്ള 4 വരി പ്രസ് റിലീസാണെന്ന് വന്നത്. ഒരുപക്ഷെ താങ്കളെപ്പോലുള്ള ആളുകളത് ഓർക്കുന്നുണ്ടാവും, കണ്ടിട്ടും ഉണ്ടാവും. 4 വരി സ്റ്റേറ്റ്മെൻറ്റ്. അങ്ങനെ ഒരു അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന് ഉത്തരം പറയുന്നു. ഇപ്പം മാധവി ബുച്ച് എന്താ പറയുന്നത്? അത് വ്യക്തിപരമായ എന്താണ് മാധവി ബുച്ചിനെ വ്യക്തിപരമായി ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവരെ തേജോവധം ചെയ്ത് കളയാൻ ഹിൻഡൻബർഗിൻ്റെ താല്പര്യം എന്താണ്? നമുക്ക് ബെനിഫിറ്റ് ആർക്ക്, എന്ത് കാര്യത്തിന് വേണ്ടി ഒരു ക്രൈം ചെയ്യുന്നു, അവിടെ ബെനിഫിഷ്യറി ആരാണെന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടും വരാറുണ്ട്. അതൊരു സ്വാഭാവിക നീതിന്യായ പ്രക്രിയയുടെ ഭാഗമായി വരുന്നൊരു ചോദ്യമാണ്. അതുകൊണ്ട് ചോദിക്കുകയാണ്, എന്താണ് ഹിൻഡൻബർഗിൻ്റെ താല്പര്യം? ഹിൻഡൻബർഗ് ഒരു ഷോർട്ട് സെല്ലിംഗ് കമ്പനിയാണെന്നുള്ള കാര്യം അവരുടെ വെബ്സൈറ്റിൽ വ്യക്തമായിട്ട് അവരുടെ എല്ലാ കാര്യങ്ങളിലും എഴുതി വച്ചിട്ടുണ്ട്. അവർക്ക് ബിസിനസ് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണത്. പക്ഷേ ആ ഒരു ആരോപണം വരുമ്പോൾ ഔട്ട്റൈറ്റായിട്ട് ഇന്ത്യക്കെതിരെയുള്ള ആരോപണമാണ്, ഇന്ത്യയെ തകർക്കുന്നു, ഇന്ത്യൻ ഓഹരി വിപണിയെ തകർക്കുന്നു, അദാനിയോടുള്ള അസൂയയാണ് വ്യക്തികൾ. പിന്നെ ഈ പറഞ്ഞ ഷെൽ കമ്പനികളിലുള്ള നിക്ഷേപത്തെക്കുറിച്ച് വളരെ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അവർ പറയുന്നത്. ആദ്യ റിപ്പോർട്ടിൽ പറയുന്ന മൗറീഷ്യസും മറ്റ് രാജ്യങ്ങളൊക്കെ ആയിട്ട് കേന്ദ്രീകരിച്ച്, ദുബായ് കേന്ദ്രീകരിച്ച് അദാനിയുടെ മൂത്ത സഹോദരൻ വിനോദ് അദാനിയാണ് അവിടെ ഇരുന്ന് നേതൃത്വം നൽകുന്നത്. ഈ ഷെൽ കമ്പനികളിലെ റൂട്ട് ചെയ്യുന്ന പണം മുഴുവൻ അവർ അവിടെ വെളുപ്പിച്ച്
ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ഇന്ത്യയിലെ ടാക്സ് വെട്ടിക്കുകയാണ്. കോടാനുകോടി രൂപയുടെ നികുതി നഷ്ടം ഇന്ത്യക്ക് ഉണ്ടാവുന്നു. ഈ വെളുപ്പിക്കൽ എത്രയോ കൊല്ലമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ്. അതിനുവേണ്ടി സ്വകാര്യ മേഖലയിൽ നിന്നും ആദ്യമായിട്ട് ഞാൻ ചോദിക്കട്ടെ, സെബി എന്ന് പറയുന്ന ഒരു റെഗുലേറ്റിംഗ് മെക്കാനിസമാണ്. ആ റെഗുലേറ്റിംഗ് മെക്കാനിസത്തിനകത്ത് ഒരു സ്വകാര്യ കമ്പനിയിൽ വർക്ക് ചെയ്ത താല്പര്യങ്ങൾ, സ്വകാര്യ മൂലധനത്തിൻ്റെ താല്പര്യമുള്ള ആളുകൾ, കോടിക്കണക്കിന് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൻ്റെ റെഗുലേറ്ററായിട്ട് വരുന്നതിലെ ഒരു വല്ലാത്ത അസ്വാഭാവികത നമ്മൾ കാണാതെ പോകുന്നത് എങ്ങനെയാണ്? അപ്പോൾ അതുകൊണ്ട് ഇവരെ കൊണ്ടുവന്നതിന് പിന്നിൽ പോലും അദാനിയുടെ കരങ്ങളുണ്ട്, അദാനിക്ക് പങ്കുണ്ടെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞ ജേനഷ് ഇനീഷ്യേറ്റീവിൻ്റെ റിപ്പോർട്ടിൽ അവർ പറയുന്നത് സെബിയിൽ എന്ത് തീരുമാനം എടുക്കുന്നതിന് മുമ്പും ഗൗതം അദാനിയായിട്ടുള്ള കൺസൾട്ടേഷൻ നടക്കുന്നു. പല മീറ്റിങ്ങുകളിലും ഗൗതം അദാനിയും അവരുടെ പ്രതിനിധികളും പങ്കെടുക്കുന്നു. അവർക്കൊരു അധികാരവും അതിനകത്തില്ല. അതിൻ്റെ ബോർഡിലോ മറ്റേതെങ്കിലും ഉദ്യോഗതലത്തിലോ ഇല്ലാത്ത ആളുകൾ അതിനകത്ത് പങ്കെടുക്കുന്നു. ക്ലാസ്സുകൾ, സെമിനാറുകൾ സംഘടിപ്പിക്കുമ്പോൾ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നത് ഇവരുമായിട്ടാണ്. ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ അതിനകത്ത് ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആരുടെ എന്ത് താല്പര്യത്തിനാണ്? അവരേതെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് ലാഭം ഉണ്ടാക്കാനാണോ ഈ ജേർണലിസ്റ്റുകൾ എന്ന് പറയുന്ന പാവങ്ങൾ കഷ്ടപ്പെട്ട് ഇത് ചെയ്തത്? നമുക്ക് ഹിൻഡൻബർഗിനെ ജോർജ് സോറോസിൻ്റെ ആളുകളാണ് ഇതൊക്കെ പറയുന്ന ആരോപണങ്ങളൊക്കെ വിട്ടുകളയാം. അപ്പോൾ ഇവരെന്തിനാണ് ഇത് ചെയ്തത്? അതുപോലെ തന്നെ ഈ ഷെൽ കമ്പനികളിലെ നിക്ഷേപത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള തെളിവുകൾ സഹിതം പറയുന്നു. $12 കോടി അടക്കം നിക്ഷേപം നടത്തിയ കാര്യങ്ങളൊക്കെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇതെങ്ങനെയാണ്? ഈ മാധവി ബുച്ചിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൂടി നമ്മൾ പരിശോധിക്കണം. അവർ ഈ സിംഗപ്പൂർ പോലെയുള്ള ഒരു രാജ്യത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ഫൈനാൻഷ്യൽ രംഗത്ത് പ്രവർത്തിക്കുന്ന കമ്പനികളുടെ ടോപ്പ് ലെവലിലൊരു ഉദ്യോഗസ്ഥയായിട്ട് പ്രവർത്തിച്ചിരുന്നു. പോലൊരു സ്ഥാപനത്തിന്റെ മേധാവിയായി വരിക എന്നൊരു ചോദ്യം പ്രസക്തമാണ്. ശ്രീ ജോർജ് ജോസഫ്, ഞാൻ മടങ്ങി വരാം. വസന്ത് ശ്രീയൊക്കെ നോക്കൂ, ആ ചോദ്യം ഏറ്റവും പ്രധാനമായി അവിടെ നിൽക്കുന്നുണ്ട്. എന്ത് താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് മാധവി ബുച്ചിനെ സെബിയുടെ തലപ്പത്തേക്ക് കൊണ്ടുവരുന്നത്? ഇതിൽ ഏറ്റവും രസകരമായ കാര്യം, സെബിയുടെ മേധാവിയാകുന്നതിന് മുൻപ് അദാനിക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുള്ള ആളാണ് മാധവി ബുച്ച് എന്നുള്ളതാണ്. പക്ഷേ ഈ സ്ഥാനത്തേക്ക് വന്നതിന് ശേഷം അവർക്ക് അന്വേഷണവും വേണ്ട. അതിനെ തുടർന്ന് ഹിൻഡൻബർഗ് പോലും ഇങ്ങനൊരു റിപ്പോർട്ട് കൊണ്ടുവരുമ്പോൾ അതൊരു നടപടി പോലും ഉണ്ടാകുന്നില്ല. ഒന്ന്. രണ്ട്, ഇവിടെ ശ്രീ കെ അനിൽകുമാർ ചൂണ്ടിക്കാട്ടിയൊരു കാര്യമുണ്ട്. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന 2ാം ദിവസമാണ് രാഹുൽ ഗാന്ധി ഈ കാര്യം സംബന്ധിച്ചൊരു വാർത്താ സമ്മേളനം നടത്തുന്നത്. അതിൽ അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്, തെരഞ്ഞെടുപ്പിന് മുൻപ് ഏതാനും ദിവസങ്ങൾ അടുപ്പിച്ചാണ് നരേന്ദ്രമോദിയും അമിത്ഷായും ഓഹരി വിപണിയെക്കുറിച്ച്, നിക്ഷേപം നടത്താനൊക്കെ കുറിച്ച് നിരന്തരമായി ഇങ്ങനെ സംസാരിക്കുന്നത്. അതിനുശേഷം എക്സിറ്റ് പോളുകൾ വരുന്നു, BJPക്ക് വലിയ മാർജിൻ പ്രഖ്യാപിക്കപ്പെടുന്നു. തുടർന്ന് ഓഹരി വിപണിയിൽ വലിയ കുതിപ്പ്. ഇതിന്റെ മറവിൽ വിദേശ നിക്ഷേപം അടക്കം ഇവിടെ വന്നിട്ടുണ്ട്. ഈ കണക്കുകളൊക്കെ ആര് ഓഡിറ്റ് ചെയ്തിട്ടുണ്ട്? ശ്രീ വസന്ത് ശ്രീയൊക്കെ. അതിന് പിന്നാലെയാണ് ഇതിന്റെയൊക്കെ തലപ്പത്തിരിക്കുന്ന ആൾ, നേരത്തെ അനിൽകുമാർ പറഞ്ഞതുപോലെ അംബാനിയുടെ അടുക്കളയിൽ വരെ കയറാൻ സ്വാതന്ത്ര്യമുള്ള ആളാണ് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നത്. എങ്ങനെ വിശ്വസിക്കും ഇവരെയൊക്കെ നമ്മൾ? നോക്കൂ, എന്റെ സുഹൃത്ത് പ്രിന്റു ഈ ചർച്ചയിൽ ഉടനീളം അദ്ദേഹത്തിന് ഹിൻഡൻബർഗ് എന്നത് അറിയത്തില്ല, അദ്ദേഹം ഹിഡൻബർഗ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് ചില ഹിഡൻ താല്പര്യങ്ങളുള്ള സ്ഥാപനം എന്നാണ് അത് ഉദ്ദേശിച്ചത്. ശ്രീ പ്രിന്റു, ഈ റിപ്പോർട്ട് വെളിയിൽ വിട്ട സ്ഥാപനമല്ല ഹിഡൻ. നിങ്ങളുടെ മേധാവി ഉണ്ടല്ലോ മിസസ് ബുച്ച്, അവരാണ് ഹിഡൻ ബുച്ച് എന്ന് അവരെ വിളിക്കേണ്ടി വരും. നോക്കൂ, നിങ്ങൾ പറയുന്ന വാദത്തെ അംഗീകരിച്ചാൽ തന്നെ അങ്ങ് പറയുന്നത് ഇന്ത്യൻ ഓഹരി മാർക്കറ്റിനെ എയിം ചെയ്തുകൊണ്ട് ഹിൻഡൻബർഗ് എന്ന് പറയുന്ന ഒരു USA ബേസ്ഡ് ആയിട്ടുള്ള ഷോർട്ട് സെല്ലിംഗ് സ്ഥാപനം, ഞാൻ ആ വാക്കിന് എടുക്കുകയാണ്, അത് വലിയൊരു ഒരു പ്ലാൻഡ് അറ്റാക്ക് ഇന്ത്യൻ മാർക്കറ്റിന് നേരെ നടത്തുന്നു എന്ന് പറയുന്നു. ഈ അറ്റാക്ക് തുടങ്ങിയത് 2023 ജാനുവരി മാസം അവർ പുറത്തുവിടുന്ന അദാനിക്കെതിരായിട്ടുള്ള ഷെൽ കമ്പനികളിലൂടെ അദാനി തങ്ങളുടെ ഓഹരിയുടെ മൂല്യം പെരുപ്പിച്ച് കാണിക്കുന്നു എന്ന റിപ്പോർട്ടിന്മേലാണ്. അന്ന് അങ്ങ് പറയുന്നത് പോലെ ലക്ഷം കോടിയുടെ നഷ്ടം ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടായി. പക്ഷേ അദാനി എന്റർപ്രൈസസും അദാനി കോൾ കമ്പനിയും അദാനിയുമായി ബന്ധപ്പെട്ട കമ്പനികളുടെ അല്ലാതെ ഏതെങ്കിലും ഒരു ഷെയർ മാർക്കറ്റിന്റെ മൊട്ടുസൂചി വിൽക്കുന്ന കമ്പനിയുടെ എങ്കിലും മാർക്കറ്റ് വാല്യൂ അന്ന് ഇടിഞ്ഞിട്ടുണ്ടോ? ഇടിഞ്ഞിട്ടില്ല. ഇനി രണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് സെബി അന്ന് അന്വേഷണം പ്രഖ്യാപിക്കുന്നു. 1 വർഷത്തിലേറെയായി എവിടെയാണ് സെബിയുടെ അന്വേഷണ റിപ്പോർട്ട് നിലവിലുള്ളത്? നിങ്ങളുടെ മേശപ്പുറത്തുണ്ടോ? സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടോ? ഇനി അതും പോട്ടെ, നിങ്ങൾ അന്വേഷിക്കണ്ട, കണ്ടുപിടിച്ചില്ല എന്നിരിക്കട്ടെ.
നിങ്ങൾ പറയുന്നു ഇതാ നോക്കൂ മിസ്സസ് ബുച്ചിന് അങ്ങനെ ഒരു ഇത് നടത്തിക്കൂടെ, ഇൻവെസ്റ്റ്മെന്റ് നടത്തിക്കൂടെ? നടത്താം, യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നു വരുന്നു, അതിന്മേൽ സെബി അന്വേഷണം പ്രഖ്യാപിക്കുന്നു. നടത്താൻ പറ്റില്ല മാധവി ബുച്ചൻ, അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പറ്റില്ല. അത് സെബി ആക്ട്, അത് ഞാൻ ആദ്യം വായിച്ചത്, സെബി ആക്ട് 1992 അതിന് വിരുദ്ധമാണ്. അല്ലല്ല അസിത, അതിലൊരു ടെക്നിക്കൽ എറർ ഉണ്ട്. എന്താണെന്ന് അറിയാമോ? ഇവർക്ക് അത് പോസിബിൾ ആണ്. അവര് സെബി ലൈഫ് ടൈം മെമ്പർ ആയ ശേഷമാണ് അവരത് ഭർത്താവിന്റെ പേരിലേക്ക് മാറ്റുന്നത്. അതുകൊണ്ട് ടെക്നിക്കലി അവർക്കത് പറഞ്ഞു നിൽക്കാൻ, ഞാൻ പറഞ്ഞ അങ്ങനെ പറഞ്ഞു നിന്നാൽ പോലും സെബി അന്വേഷണം പ്രഖ്യാപിക്കുന്നു. അങ്ങനെ സെബി അന്വേഷണം പ്രഖ്യാപിക്കുന്ന സമയത്ത് സെബി കോടതിയിൽ നൽകുന്ന റിപ്പോർട്ട് അത്തരം ഷെൽ കമ്പനികളെ പറ്റി ഞങ്ങൾക്കോ ഞങ്ങളുടെ അന്വേഷണ കമ്മിറ്റിക്കോ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല, വിവരങ്ങൾ ലഭ്യമായിട്ടില്ല എന്ന് പറയുമ്പോ അതേ സെബിയുടെ അധ്യക്ഷ അവരുടെ പേഴ്സണൽ മെയിൽ ഐഡിയിൽ നിന്ന് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് 9 മാസം മുമ്പ് ഇതേ ഷെൽ കമ്പനിക്ക് തന്റെ പേരിലുള്ള ഷെയറുകൾ കൂടി ഭർത്താവിന്റെ പേരിലേക്ക് മാത്രമാക്കി കൊടുക്കണമെന്ന് പറഞ്ഞ് മെയിൽ അയച്ചിരിക്കുന്നു എന്നതാണ് വെളിയിൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ മിസ്സസ് ബുച്ച് ഉണ്ടല്ലോ, അവർ അത്രമാത്രം സുതാര്യമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് അന്ന് അവരൊരു വിസിൽ ബ്ലോവറായി മുമ്പോട്ട് വരാഞ്ഞത്? പ്രിന്റു ഒരുപക്ഷെ മിസ്സസ് ബുച്ച് എന്ന് വന്ന് പറയുകയാണ്, നോക്കൂ അദാനിയുടെ ഇന്ന ഷെൽ കമ്പനികളുണ്ട്, IFF അടക്കമുള്ള അദാനിയുമായി ബന്ധപ്പെട്ട ചില ഷെൽ കമ്പനികൾ വിദേശത്ത് പ്രവർത്തിക്കുന്നുണ്ട്, ഞാനൊരു നിക്ഷേപക എന്ന നിലയിൽ അതിൽ നിക്ഷേപം നടത്തിയിരുന്നു. പക്ഷെ ഇപ്പോൾ ഹിൻഡൻബർഗ് റിപ്പോർട്ട് വെളിയിൽ വന്നതിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു അതിൽ ചില തിരിമറികൾ ഉണ്ടായിട്ടുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ നോക്കൂ, എന്റെ കൂടി ഷെയർ, എന്റെ കൂടി ഇൻവെസ്റ്റ്മെന്റ്, എന്റെ ഭർത്താവിന്റെ കൂടി ഇൻവെസ്റ്റ്മെന്റ് അന്വേഷണ വിധേയമാവട്ടെ എന്ന് ഹിൻഡൻബർഗ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് മിസ്സസ് ബുച്ച് പറഞ്ഞിരുന്നെങ്കിൽ അതിൽ പ്രയോജനം ഉണ്ടാവുമായിരുന്നില്ലേ? 2, ഒരു കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അദാനി എന്ന് പറയുന്ന പേര് ഗുജറാത്തിന്റെ വെളിയിലേക്ക് നമ്മൾ കേൾക്കാൻ തുടങ്ങിയത് 2014 2014 ശേഷമാണ് അദാനി എന്ന് പറയുന്ന പേര് കേൾക്കാൻ തുടങ്ങിയതും. നേരത്തെ വലിയ ആർജവത്തോടു കൂടി പ്രിന്റ് പറഞ്ഞില്ലേ, അദാനിയെ തൊട്ടാൽ ഇന്ത്യൻ മാർക്കറ്റ് അപ്പാടെ ഇടിഞ്ഞു വീഴുമെന്ന്. അങ്ങനെ ഇന്ത്യൻ മാർക്കറ്റിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന ശക്തിയായി, ഷെയർ ഹോൾഡറായി അദാനിയും അദാനിയുടെ കമ്പനിയും മാറിയത് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതിനു ശേഷമാണ്. അതിനു മുമ്പ് ഈ അദാനിയുടെ പേരോടെ കേട്ടിരുന്നത് ഗുജറാത്തിനുള്ളിൽ മാത്രമായിരുന്നു. അത് എപ്പോ തൊട്ടാണെന്നറിയാമോ? അതും നരേന്ദ്രമോദി എന്ന് പറയുന്ന മനുഷ്യൻ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി ആയതിനു ശേഷമാണ്. അതിനു മുമ്പ് അദാനിക്ക് ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ല. അദാനിക്ക് ഒരു ജില്ലയ്ക്ക് വെളിയിലേക്കുള്ള ബിസിനസ് വ്യാപാരങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നേരത്തെ അനിൽകുമാർ പറഞ്ഞതുപോലെ കമ്പനി എന്താ പറയുന്നത്, സൗഹൃദ മുതലാളിത്തം ആ രീതിയിൽ താങ്ങി നിർത്തുകയാണ്. നരേന്ദ്രമോദിയെ താങ്ങി നിർത്തുന്നത് അദാനിയും, അദാനിയെ താങ്ങി നിർത്തുന്നത് നരേന്ദ്രമോദിയുമാണ്. വളരെ കൃത്യമായി നേരത്തെ അസിത പറഞ്ഞതുപോലെ ശ്രീ രാഹുൽ ഗാന്ധി അടക്കം ഇന്ത്യ മുന്നണി അടക്കം ഞങ്ങൾ കൃത്യമായി പറഞ്ഞല്ലോ, നിങ്ങൾ പെരുപ്പിച്ച് കാണിച്ച ഡേറ്റകൾ, നിങ്ങൾ അദാനി മേടിച്ചു കൂട്ടിയ കമ്പനികൾ, അദാനി മേടിച്ചു കൂട്ടിയ അദാനിയുടെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ചാനലുകൾ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ വളരെ കൃത്യമായി ഇതാ BJP വലിയ അപജയം നേരിടാൻ പോകുന്നു, വലിയ പരാജയം നേരിടാൻ പോകുന്നു എന്ന് അവർക്ക് ഡേറ്റ കയ്യിൽ ഉണ്ടായിട്ട് പോലും BJP 400+ സീറ്റുകളുമായി അധികാരത്തിൽ വരുമെന്ന് പെരുപ്പിച്ച് കാണിച്ചൊരു ഡേറ്റ കൊണ്ട് അദാനിക്ക് രാത്രിക്ക് രാത്രി അദാനിയുടെ ഷെയറിൽ ഉണ്ടായത് വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ്, വലിയ ഹൈക്കാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളും അത് വിശ്വസിച്ചു വന്നിരിക്കട്ടെ. അദാനിയും അദാനിയുടെ ഏറെ പ്രിയങ്കരനായ സുഹൃത്ത്, ഏറ്റവും അടുത്ത സുഹൃത്ത് നരേന്ദ്രമോദിയും വിശ്വസിച്ചു വന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ആ ഹൈക്കിൽ നിൽക്കുമ്പോൾ അദാനി കമ്പനി അവരുടെ ഷെയറുകൾ വിറ്റൊഴിഞ്ഞത് മാക്സിമം പ്രൈസിലേക്ക് ആ ഷെയറുകളെ എത്തിച്ച ശേഷം വിറ്റൊഴിഞ്ഞ് അതിൽ ലാഭമുണ്ടാക്കി റിസൾട്ട് വന്നതിന്റെ അന്ന് ഈ ഷെയറുകൾ കൂപ്പുകുത്തുമ്പോൾ കുറഞ്ഞ വിലയ്ക്ക് പർച്ചേസ് ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പൊ പ്രിന്റ് പറഞ്ഞല്ലോ, ഷോർട്ട് സെല്ലിംഗ്, ഇൻട്രാ ട്രേഡിംഗ്. ഈ ഹിൻഡൻബർഗിനെതിരെ നിങ്ങൾ ആരോപിക്കുന്ന ഇതേ പണി ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ഇലക്ഷൻ മാമ്പാങ്കത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 40 ലക്ഷം കോടി രൂപയുടെ അഴിമതി നടത്തിയവരാണ് നിങ്ങൾ. എന്തുകൊണ്ടാണ് നിങ്ങൾ അന്വേഷണം പ്രഖ്യാപിക്കാത്തത്? JPC അന്വേഷണം. ഇനി ഒരു കാര്യം കൂടി പ്രിന്റുവിനോടുള്ള എന്റെ ഏറ്റവും വലിയ അഭ്യർത്ഥനയാണ്. നിങ്ങൾ പറഞ്ഞല്ലോ ഇന്ത്യൻ മാർക്കറ്റിനെ താങ്ങി നിർത്തുന്ന അദാനി, ഗൗതം അദാനി, ആ അദാനിക്കെതിരെ ഹിൻഡൻബർഗ്, നിങ്ങൾ പറയുന്ന ഹിഡൻബർഗ് വളരെ പ്ലാൻഡ് ആയിട്ട് അജണ്ട വെച്ച് ഒരു റിപ്പോർട്ട് പുറത്തുവിടുന്നു 2023 ജാനുവരി മാസം. നമ്മൾ ഈ ചർച്ച നടത്തുന്നത് 2024 ഓഗസ്റ്റ് മാസമാണ് പ്രിന്റു. ഇതുവരെ നിങ്ങളുടെ അദാനി എന്നേ പറയൂ, നിങ്ങളുടെ അദാനിയോ അദാനിയുടെ കമ്പനിയോ ഒരു വക്കീൽ നോട്ടീസ് കൊണ്ട് പോലും ഹിൻഡൻബർഗിനെതിരെ മൂവ്മെന്റുമായി ഇറങ്ങി പുറപ്പെടാൻ,
ഹിൻഡൻബർഗിനെതിരെ ഒരു 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 ഡിഫൻസ് നടത്താൻ തയ്യാറായിട്ടുണ്ടോ? 2, സെബിയുമായി ബന്ധപ്പെട്ട വിവിധ ആരോപണങ്ങൾ ഇപ്പോൾ ഹിൻഡൻബർഗ് പുറത്തുവിടുന്നു. സെബിയുടെ ഭാഗത്ത് നിന്ന് നിയമപരമായി എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ സാധിച്ചിട്ടുള്ളത്? 4, അങ്ങ് പറയുന്നു ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ തന്നെ തകർക്കാനാണ് ഹിൻഡൻബർഗ് ഇറങ്ങി പുറപ്പെടുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് ലഭ്യമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ അദാനി, നരേന്ദ്രമോദി, മിസ്സിസ് ബുച്ച്, സെബി ഒക്കെ അറച്ചു നിൽക്കുന്നത്? കാരണം നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടാൽ അതിനേക്കാൾ വലിയ നിങ്ങളുടെ കൊള്ളരുതായികൾ, നിങ്ങളുടെ കള്ളക്കളികൾ ഈ ഹിൻഡൻബർഗ് അടക്കമുള്ളവർ വെളിയിലേക്ക് വിടും, പുറത്തേക്ക് വരും എന്നുള്ള പേടി കൊണ്ടാണ് എന്നുള്ളതാണ്. സെക്യൂരിറ്റി എക്സ്ചേഞ്ച് മാർക്കറ്റിലെ, ഷെയർ മാർക്കറ്റിലെ കാട്ടുകള്ളനാണ് ആര്? അദാനി. രാത്രിക്ക് രാത്രി കോഴിക്കൂട്ടിൽ നിന്ന് കോഴിയെ കക്കുന്നത് പോലെ ഷെയർ മാർക്കറ്റിന്റെ ഇടയിൽ ഇൻട്രാ ട്രേഡിംഗിൽ, ഷോർട്ട് സെല്ലിംഗിൽ എങ്ങനെ ലാഭം ഉണ്ടാക്കാം എന്നത് ഷെയർ പ്രൈസ് പെരുപ്പിച്ച് കാണിച്ചുകൊണ്ടും ഇന്ത്യൻ പൊളിറ്റിക്കൽ സിനാറിയോയിൽ ആവശ്യമില്ലാത്ത കുക്കിടപ്പ് ഡേറ്റകൾ സൃഷ്ടിച്ചുകൊണ്ടും അവരവരുടെ ഇഷ്ടത്തിന് വേണ്ടി പണി നടത്തുന്നവരാണ് അദാനി. ആ അദാനി താങ്ങി നിർത്തുന്ന, ആ അദാനിക്ക് വേണ്ടി റിമോട്ട് സ്വിച്ച് നക്കിയാൽ. ശരി, വസന്തിലേക്ക് ഞാൻ മടങ്ങി വരാം. പ്രിഞ്ചു മഹാദേവ, വസന്ത് പറഞ്ഞത് ഉൾപ്പെടെ ബാക്കി എല്ലാവരും പറഞ്ഞ പോയിന്റ് ഏറെക്കുറെ ക്ലിയർ ആയിരിക്കും പ്രിഞ്ചു മഹാദേവനെന്ന് ഞാൻ കരുതുകയാണ്. ഈ വിഷയം കഴിഞ്ഞ തവണ, അതായത് 2023 ഹിൻഡൻബർഗ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയൊരു വിവരം വരുമ്പോൾ ഈ പറയുന്ന സെബി എന്ന് പറയുന്ന ഏജൻസി അദാനിക്കെതിരെ ഒരു അന്വേഷണം നടത്താനല്ല തുനിഞ്ഞത്, മറിച്ച് ഹിൻഡൻബർഗിന് നോട്ടീസ് അയക്കുകയാണ് ചെയ്തത്. 2ാം ഘട്ടത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ സെബിയുടെ ചുമതലയുള്ള ആൾക്കെതിരെ, സെബിയുടെ മേധാവിക്കെതിരെ ഹിൻഡൻബർഗ് ഇങ്ങനെയൊരു റിപ്പോർട്ട് പുറത്തുവിടുമ്പോൾ പ്രിന്റു ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നു അത് വ്യക്തിപരമായി അവരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്, അത്തരത്തിൽ വ്യക്തിപരമായ താല്പര്യമാണുള്ളത്, ഇന്ത്യൻ മാർക്കറ്റിനെ തകർക്കാനുള്ള താല്പര്യമാണുള്ളത്. സെബി മേധാവിക്ക് ഒരു താല്പര്യവും അതിലില്ല, അല്ലെങ്കിൽ അത് വ്യക്തിപരമായി അവരെ ആക്ഷേപിക്കാനാണ്. അതിനപ്പുറം അവർക്ക് ഈ അക്കൗണ്ടുകളുമായി ബന്ധമില്ല എന്ന് എങ്ങനെ നിങ്ങൾ ഉറപ്പിച്ചു? എന്ത് ഓഡിറ്റാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ കേന്ദ്രവും കേന്ദ്രത്തിന്റെ ഭാഗവുമായി ബന്ധപ്പെട്ട ആളുകളും നടത്തിയിട്ടുള്ളത്? അങ്ങനെയാണെങ്കിൽ വിശ്വസിക്കാം, ആ ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ. അല്ല, ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോ ഹിൻഡൻബർഗിന്റെ സെബി, നേരത്തെ വസന്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ സെബി യാതൊരു വിധത്തിലുള്ള നടപടി എടുത്തില്ല. ഹിൻഡൻബർഗിന് ജൂലൈ 17 ഈ നമ്മളുടെ കൃത്രിമത്വവുമായി ബന്ധപ്പെട്ട്, അദാനിയുടെ കൃത്രിമത്വവുമായി ബന്ധപ്പെട്ടുള്ള സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു നോട്ടീസാണ് അയച്ചിട്ടുള്ളത്. ആ നോട്ടീസിന്റെ അടിസ്ഥാനം അത് കിട്ടിയതിന് ശേഷമാണ് ഹിൻഡൻബർഗ് പ്രതികരിച്ചിട്ടുള്ളത്. നമ്മൾ അതാണ് അതിൽ തന്നെ സംശയവും. അതായത് അദാനിക്കെതിരെ ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ട് പുറത്തു വരുന്നു. അപ്പോൾ ആർക്കെതിരെയാണ്? അപ്പോൾ ഒരു മിനിറ്റ് പ്രിന്റു മഹാദേവ, എന്താണ് ആ റിപ്പോർട്ട്? ഓഹരി വിപണിയിൽ, ഇന്ത്യൻ ഓഹരി വിപണിയിൽ അദാനിയുടെ ഷെയറുകൾ മൂല്യം പെരുപ്പിച്ചു കാട്ടി എന്നുള്ളതല്ലേ? അങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിന്റെ ആധാരമായ ആൾക്കെതിരെയാണോ, ആ റിപ്പോർട്ട് പുറത്തുവിട്ടവർക്കെതിരെയാണോ നിയമ നടപടി സ്വീകരിക്കേണ്ടത്? ഹിൻഡൻബർഗിനെതിരെ നോട്ടീസ് അയക്കുകയും അദാനിക്കെതിരെ ഒരു ചെറു വിരൽ പോലും അനക്കാതിരിക്കുകയും ചെയ്ത സെബിയെ എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? അങ്ങനെയല്ലല്ലോ. ഈ സെബി, ഇപ്പോൾ സെബിയുടെ മേധാവിക്ക് നേരെയുള്ള ഈ ആരോപണത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഇന്ത്യൻ മാർക്കറ്റാണ് ലക്ഷ്യം. ഞങ്ങൾ പറഞ്ഞല്ലോ, ഇപ്പോ ആഗോളതലത്തിലുള്ള ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണക്കുകൾ പ്രകാരം 2025 സെൻസസ് 1 ലക്ഷം കടക്കാൻ പോവുകയാണ്. അപ്പൊ സുസ്ഥിരമായി ഭാരതത്തിന്റെ സാമ്പത്തിക സ്ഥിതി മുന്നോട്ട് പോകുമ്പോൾ അതിന് ഏതെങ്കിലും രീതിയിൽ തകർക്കാനുള്ള ശ്രമങ്ങളുമായിട്ടാണ് പോകുന്നത്. ഏതെങ്കിലും ഒക്കെ കാര്യം പറയുമ്പോൾ ഇത്തരത്തിൽ ദേശീയതയും ഇന്ത്യ സ്നേഹവും ഒക്കെ പറഞ്ഞ് അതിനെ മറികടക്കാൻ ശ്രമിക്കല്ലേ? ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, മാധവി ബുച്ചിന് അദാനിയുമായി ബന്ധപ്പെട്ട ഷെൽ കമ്പനികളിൽ അക്കൗണ്ട് ഉണ്ട്, അവരുടെ ഭർത്താവിന് അതുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ ഉണ്ട്. പിന്നെ എങ്ങനെയാണ് ഹിൻഡൻബർഗ് മാധവി ബുച്ചിനെയും അതിലൂടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയും ലക്ഷ്യം വെക്കുന്നത്? പ്രിന്റു മഹാദേവ, അല്ല, അത് ആധികാരികമായിട്ട് ഒരു സ്ഥലത്തും ഹിൻഡൻബർഗിന് തെളിയിക്കാൻ സാധിച്ചിട്ടില്ലല്ലോ. ആര് പറഞ്ഞു? ഹിൻഡൻബർഗ് അതിന്റെ റെക്കോർഡുകൾ പുറത്തുവിട്ടിട്ടുണ്ടല്ലോ പ്രിന്റു മഹാദേവ. ഈ കമ്പനിയുടെ ജോയിന്റ് അക്കൗണ്ട് അല്ലേ ബുച്ചിന്റെ ഭർത്താവിന്റെ പേരിലേക്ക് മാത്രം മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് മെയിൽ അയച്ചത്? അപ്പോൾ അത് രേഖയല്ലേ? അല്ല, ഞാൻ അക്കൗണ്ട് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇപ്പോൾ ഉന്നയിച്ച ആരോപണങ്ങളുമായി അക്കൗണ്ട് ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തിനു മാറ്റി നിർത്തണം? ഈ വിവരത്തിന്റെ തന്നെ അടിസ്ഥാനം അതാണ്. ഇവർക്ക് ഇതിൽ അക്കൗണ്ട് ഉണ്ട്, അദാനിയുടെ കമ്പനികളിൽ ഷെയർ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ആ അക്കൗണ്ടുകൾ. പിന്നെ എന്തിനാണ് അക്കൗണ്ട് ട്രാൻസ്ഫറിന്റെ ബന്ധപ്പെട്ട വിവരങ്ങൾ മാറ്റി നിർത്തുന്നത്? പിന്നെ എന്താണ് നിങ്ങൾ അന്വേഷിക്കാൻ പോകുന്നത്? അങ്ങനെയല്ല. ഈ കടലാസു കമ്പനികളുമായി ബന്ധപ്പെട്ട് ഈ മേധാവിക്കും ഭർത്താവിനും അക്കൗണ്ടുകൾ ഉണ്ട് എന്നുള്ളത് ഒരു സ്ഥലത്തും തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. നിങ്ങൾ അത് മനസ്സിലാക്കണം ആദ്യമായിട്ട്.
അവർ ആരോപണം മൗറീഷ്യസുമായി കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ നടത്തുന്ന വെറും ആരോപണങ്ങളാണ്. ആധികാരികമായിട്ട് സുപ്രീം കോടതിയിൽ സെബിയുടെ മേധാവി കൊടുത്തിട്ടുള്ള റിപ്പോർട്ട്, അവരുടെ സ്വത്ത് വിവരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ വിവരങ്ങൾ ആധികാരികമായി അവർ സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു ചെറിയ കമന്റ് ഉണ്ട് വസന്തൻ, അതിൽ എന്തോ എതിരഭിപ്രായമുണ്ട്. പറയൂ വസന്ത, പറയൂ. അല്ലല്ല, പ്രിന്റു പറയുന്നത് മിസസ് മുച്ചിനോ മിസ്റ്റർ മുച്ചിനോ ഈ പറയുന്ന ഷെൽ കമ്പനികളിൽ നിക്ഷേപം ഇല്ലായിരുന്നു എന്നാണ്. 70 കോടി രൂപയുടെ ഷെയറാണ് ഉള്ളത്. അതാണ് ഹിൻഡൻബർഗ് പുറത്തുവിടുന്നത്. 1-2 രൂപയുടെ അല്ല. എന്റെ പ്രിന്റുവിനോടുള്ള ഏറ്റവും എളിയ ചോദ്യം, പ്രിന്റു അങ്ങനെ ഒരു നിക്ഷേപം ഇല്ലെങ്കിൽ, ഇപ്പൊ എനിക്കതിൽ നിക്ഷേപമില്ല എന്നിരിക്കട്ടെ, ഞാൻ പിന്നെ എന്തിനാണ് എന്റെ പേരിലുള്ള ഷെയറുകൾ എന്റെ ഭാര്യയുടെ പേരിലേക്ക് ആക്കി മാറ്റണം? ക്ലിയർ ആണ്. ഞാൻ അതാണ് അക്കൗണ്ട് എന്തിനാണ് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്തത്, അപ്പോൾ അത് ഉണ്ട് എന്നുള്ളതല്ലേ അർത്ഥം. ഇല്ലാത്ത അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണ്ടല്ലോ. പറയൂ ബിന്ദു. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞല്ലോ, അവർ 2017 ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് സെബിയുടെ നിയമങ്ങൾ പാലിക്കുക എന്നുള്ളത്, കാരണം അവർ ഈ മേഖലയിൽ ബിസിനസ് ചെയ്തിരുന്ന. അല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഈ വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വരുമ്പോൾ ഈ വിദേശ കമ്പനികളിലെ ഷെൽ നിക്ഷേപവുമായി ബന്ധപ്പെട്ട ഒരു ഡേറ്റയും ലഭ്യമല്ല എന്നാണല്ലോ അവർ പറഞ്ഞത്. സ്വന്തം ഭർത്താവിന്റെയും സ്വന്തം കമ്പനിയുടെയും കൈമാറ്റം ചെയ്യപ്പെട്ട ഡേറ്റകളില്ലേ? അതല്ലേ വിദേശ നിക്ഷേപത്തിന്റെ ഷെൽ മാർക്കറ്റിംഗ്? ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ചുള്ള ഡാറ്റ കൊടുക്കാൻ അവർക്ക് സാധിക്കില്ലല്ലോ. ഉള്ള കാര്യമല്ല സുപ്രീം കോടതിയിൽ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അക്കൗണ്ട് ഏതാണ്? പ്രിന്റ് മഹാദേവ് അല്പം മുമ്പ് പറഞ്ഞു അത് ഉള്ളത് കൊണ്ടാണ് അവർ സെബിയുടെ ചുമതലയിലേക്ക് വരുമ്പോൾ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്തതെന്ന്. അങ്ങനെയാണെങ്കിൽ ആ വിവരം അവർ സുപ്രീം കോടതിയെ ബോധിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നു ഇല്ലാത്ത അക്കൗണ്ട് എങ്ങനെ ബോധിപ്പിക്കുമെന്ന്. രണ്ടും കൂടി എങ്ങനെ ശരിയാകും? അങ്ങനെയല്ല, നിലവിലുള്ള അവരുടെ മുഴുവൻ ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട അവരുടെ സ്വത്ത് വിവരങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ഡാറ്റാസും അവർ സമർപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ നിലവിൽ അവർക്കൊന്നുമില്ലെങ്കിൽ അക്കൗണ്ട് വഴി ഒരു ഇടപാടും നടക്കുന്നില്ലേ? ശ്രീ അനിൽകുമാർ പറയൂ. അതൊരു പൊളിറ്റിക്കൽ ആരോപണമാണ്, ഒരു അടിസ്ഥാനവും ഇല്ലാത്ത വാദം. അതെങ്ങനെ ശരിയാകും ആ രണ്ട് കാര്യങ്ങളും? ഒന്ന്, ഹിൻഡൻബർഗ് റിപ്പോർട്ട് വളരെ വിശദമാണ്. അതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയിട്ടുണ്ടോ? ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെ കുറിച്ച് ഫലപ്രദമായ അന്വേഷണം ഇന്ത്യയിൽ നടന്നിട്ടില്ല. ഹിൻഡൻബർഗ് തുറന്നുകാട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ നിയമപ്രകാരം എന്താണ് അന്വേഷിക്കേണ്ടത്? നിരവധി പൊതു താൽപര്യ ഹർജികൾ സമർപ്പിച്ചിട്ടുണ്ട്. അല്ലല്ല, സുപ്രീം കോടതിയൊക്കെ ഞാനൊരു സുപ്രീം കോടതിയുടെ പുറകിൽ ഒളിക്കാൻ നിൽക്കുന്ന BJP-യോട് പറയാൻ ആഗ്രഹിക്കുന്നത്, റഫേൽ ആയുധ ഇടപാടുമായി ബന്ധപ്പെട്ട് എന്തായിരുന്നു സുപ്രീം കോടതിയുടെ കണ്ടെത്തൽ? ആ കണ്ടെത്തിയ ജഡ്ജിയെ നിങ്ങൾ എന്താ കാണിച്ചത്? ആ കണ്ടെത്തൽ എന്ന് പറയുന്നത് രാജ്യസുരക്ഷയുടെ പുറകിൽ നിങ്ങൾ ഒളിച്ചു. അങ്ങനെയാണല്ലോ റഫേൽ ആയുധ ഇടപാടിൽ നിങ്ങൾ രക്ഷപ്പെട്ടത്. എന്നിട്ടോ റഫേൽ ആയുധ ഇടപാടുമായി ബന്ധപ്പെട്ട് കമ്മീഷൻ ഉണ്ടായിരുന്നു എന്ന വസ്തുത ഫ്രാൻസിൽ തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോൾ ഈ പരിപാടികൾ നടക്കുമ്പോൾ, ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ ഇടപാട് നടക്കുമ്പോൾ ഫ്രാൻസിൽ കൃത്യമായി തെളിയിക്കപ്പെട്ടു. ആ തെളിയിക്കപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അന്ന് അംബാനിയെ കയറ്റിക്കൊണ്ടുപോയി അവിടെ എത്തിയതാണ് എന്നും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നടപടികൾ ഉണ്ടായെന്നുള്ള വസ്തുതകളൊക്കെ ആ ഭാഗത്ത് പുറത്തു വന്നു. അപ്പോൾ എന്താ ഇത്? സുപ്രീം കോടതി എന്താ പറഞ്ഞത്? അത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് ഇന്ത്യയിൽ മിണ്ടണ്ട. റഫേൽ ആയുധ ഇടപാടുമായി ബന്ധപ്പെട്ട അത്തരം കാര്യങ്ങളെല്ലാം അതുകൊണ്ട് ഇട്ട് മൂടിക്കഴിഞ്ഞോ? ഹിൻഡൻബർഗുമായി ബന്ധപ്പെട്ട എന്താ അന്വേഷണം നടക്കുന്നത്? ഓഹരി വിപണിയിൽ തെറ്റായ കാര്യങ്ങൾ വല്ലതും ചെയ്തോ എന്നുള്ളത് സെബിയുടെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അന്വേഷണം നടക്കുന്നുള്ളൂ. ആ അന്വേഷണത്തിൽ തന്നെ കൊടുത്ത ഒരു വസ്തുതയാണ് ഞാനിപ്പോൾ വെല്ലുവിളിച്ച് പറഞ്ഞത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ടോ? ഓഫ്ഷോർ അക്കൗണ്ടുകളുടെ വിശദാംശങ്ങൾ ലഭ്യമല്ല. അപ്പോൾ എന്ത് വേണം? ഓഫ്ഷോർ അക്കൗണ്ടുകളുടെ വിശദാംശങ്ങൾ നിങ്ങൾ ലഭ്യമാക്കണം. അതിന് അന്വേഷണം സെബി പുറത്തേക്ക് കൊണ്ടുപോയോ? അങ്ങനെ വിദേശ രാജ്യങ്ങളിൽ പോയി അന്വേഷിക്കാനുള്ള എന്തെങ്കിലും അധികാരം സെബിക്ക് പ്രത്യേകിച്ചുണ്ടോ? നോട്ടീസ് അയച്ച് വരുത്തതിനപ്പുറത്തേക്ക് ക്രിമിനൽ നടപടി നിയമപ്രകാരം ഒരു അന്വേഷണം സെബി നടത്താറുണ്ടോ? ഇതല്ലേ വസ്തുത. അപ്പോൾ ഹിൻഡൻബർഗ് ഉന്നയിച്ച ആരോപണങ്ങൾ എന്തൊക്കെയാണോ, ആ രേഖകൾ എന്തൊക്കെയാണോ, അത് വെച്ചിട്ടുള്ള ഒരു അന്വേഷണ ഏജൻസി രാജ്യത്തിനകത്തും പുറത്തും അന്വേഷിക്കലുണ്ടായില്ല. അദാനിക്ക് നോട്ടീസ് കൊടുത്ത് വരുത്തിയിട്ട് ഓരോ കടലാസിനും ഉത്തരം വാങ്ങിയില്ല. നിങ്ങൾ താല്പര്യപ്പെട്ടത് ഹിൻഡൻബർഗിനെതിരായ ആക്ഷേപം ഉന്നയിച്ച് അവർക്കെതിരായിട്ട് അന്വേഷണം പ്രഖ്യാപിച്ച് അവരെ പൂട്ടുക എന്നുള്ളതാണ്.
നിങ്ങൾ സുതാര്യമായി ഹിൻഡൻബർഗ് ഉന്നയിച്ച വസ്തുതകൾ തെറ്റാണ് എന്ന് കാണുന്ന എന്തെങ്കിലും മറുപടി ഉണ്ടായോ? ഇവിടെ ആദ്യം തന്നെ പ്രിന്റു മഹാദേവ് പറഞ്ഞല്ലോ, ഇന്ത്യൻ ഓഹരി വിപണിയെ തകർക്കണം, അതിന് അദാനിയെ തകർക്കണം. നന്നായി. അങ്ങനെയാണെങ്കിൽ അദാനി ഒരു കേസ് കൊടുത്തിട്ടുണ്ടോ? സെബി പരാതിക്കാരാണ്. അദാനി കേസ് കൊടുത്തിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് അദാനി കേസ് കൊടുക്കാത്തത്? ഹിൻഡൻബർഗിനെതിരായി അദാനിയുടെ നിയമ നടപടി എന്തായി? ഒരു ലീഗൽ നോട്ടീസ് ആദ്യം അയച്ചായിരുന്നു, പിന്നെ അത് കാണുന്നില്ല. ഇതെല്ലാം തെളിയിക്കുന്നത് സംശയാസ്പദമായ സാഹചര്യമാണ്. ഇപ്പോൾ വ്യക്തമാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. മാധവി ബൂച്ച് ഒന്നാമതായി പറയണം, അവരുടെ ഭർത്താവിന് അതിനു മുമ്പ് അവർക്ക് ഈ അദാനിയുമായി ബന്ധപ്പെട്ട കമ്പനിയിൽ താല്പര്യമുണ്ടായിരുന്നോ? 2, ഹിൻഡൻബർഗ് റിപ്പോർട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിക്കുന്ന ഘട്ടത്തിലെങ്കിലും എനിക്ക് മുമ്പോ ഇപ്പോഴോ ബന്ധമുള്ള കമ്പനിയാണ് എന്നതുകൊണ്ട് ഞാൻ ഈ സ്ഥാനത്ത് അന്വേഷിക്കുന്നില്ല എന്ന് സത്യസന്ധതയോടെ തുറന്നു പറയേണ്ടതല്ലേ? 3, സുപ്രീം കോടതിയിൽ അവർ കൊടുത്ത റിപ്പോർട്ട് തെറ്റല്ലേ? ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അദാനി മാത്രമല്ല, സെബി കൂടി അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് വരികയാണ്. JPC അന്വേഷണം വന്നാൽ ഉത്തരം പറയേണ്ടവർ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണകൂടം തന്നെയാണ്, ഒരു സംശയവും വേണ്ട. അവിടെ 2 വ്യക്തിത്വമില്ല. മോദിയും അദാനിയും 2 അല്ല. നമ്മൾ പറയില്ല അദ്വൈത സിദ്ധാന്തം. ഇന്ത്യ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തമാണ് അദ്വൈതം. അദ്വൈതം എന്ന് പറഞ്ഞാൽ 2 അല്ല. മോദിയും അദാനിയും 2 അല്ല. ഇന്ത്യൻ കോർപ്പറേറ്റുകളും ഭരണകൂടവും 2 അല്ല. മൂലധനവും അതുപോലെ തന്നെ ഭരണകൂടവും ഒന്നായിത്തീരുന്ന ഏറ്റവും അത്യപൂർവമായ ഒരു സംവിധാനത്തെയാണ് ഫാസിസം എന്ന് വിളിക്കുന്നത്. ആ ഫാസിസത്തിൻ്റെ ഏറ്റവും കൺകണ്ട രൂപമാണ് അദാനിയും കോർപ്പറേറ്റ് മുതലാളിമാരും ഇന്ത്യൻ ഭരണകൂടവുമായി ചേർന്ന് രൂപപ്പെടുത്തിയിരിക്കുന്നത്. അത് തുറന്നു കാട്ടപ്പെടുന്നു ഹിൻഡൻബർഗ് റിപ്പോർട്ടിലൂടെ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർ വിദേശികളായിരിക്കും, അവർ വിദേശികളാണ് എന്നതുകൊണ്ട് വിദേശത്തൊന്നും സത്യം വിളിച്ചു പറഞ്ഞു എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ഇന്ത്യൻ സത്യങ്ങളെ വിശ്വസിക്കുകയുള്ളൂ, വിദേശത്ത് നിന്ന് വരുന്നവരും സത്യങ്ങൾ വിശ്വസിക്കില്ല എന്ന് പറയേണ്ടതില്ല. സത്യത്തിന് എപ്പോഴും ഒരു മുഖം മാത്രമേ ഉള്ളൂ. അത് സ്വർണ്ണപാത്രം കൊണ്ട് മൂടപ്പെട്ടാൽ ആ സ്വർണ്ണപാത്രം കൊണ്ട് മൂടപ്പെട്ട മണ്ണിലെ ശാശ്വത സത്യത്തെ തുറന്നു കാട്ടുക എന്നത് ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഹിൻഡൻബർഗുകൾ ഇനിയും തിരമാലകൾ പോലെ വന്നടിച്ചുകൊണ്ടിരിക്കും. അത് ഇന്ത്യയുടെ തീരങ്ങളെ തകർക്കുകയോ ഇന്ത്യ രാജ്യത്തിൻ്റെ ഹിമാലയങ്ങളെ തകർക്കുകയോ അല്ല ചെയ്യുന്നത്. അദാനിക്കും നരേന്ദ്രമോദിക്കുമെതിരായ ചോദ്യങ്ങളാണ് ഇതിലൂടെ ഉയർന്നു വരുന്നത്. ഉത്തരങ്ങൾ പറഞ്ഞ ആളുകളെ ബോധ്യപ്പെടുത്തുക തന്നെ വേണം, ഒരു കുറുക്കു വഴിയില്ല. ശ്രീ ജോർജ് ജോസഫ്, ഇടയ്ക്ക് ഒരു ഘട്ടത്തിൽ അങ്ങ് കൈ ഉയർത്തിയത് ഞാൻ കണ്ടിരുന്നു. അതിന്റെ മറുപടി ഇതിനോട് ചേർത്ത് പറയാം. അപ്പോൾ എൻ്റെ ഒരു ചോദ്യവുമുണ്ട്. ഇപ്പോൾ നമ്മൾ പറയുന്ന മാധവി ബുച്ചിന്റെ ഭർത്താവ് ധാവൽ ബുച്ച് നോക്കൂ, അദ്ദേഹം മുൻപ് ബ്ലാക്ക് സ്റ്റോൺ എന്ന പേരിൽ ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ ഉപദേശകനായിരുന്നു. അങ്ങനെ ആ റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ ഉപദേശകനായി അദ്ദേഹം ഇരിക്കുന്ന ഘട്ടത്തിലാണ് ഈ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് സംബന്ധിച്ച നിയന്ത്രണങ്ങളിൽ സെബി കാതലായ ചില മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. അത് ഇത്തരം കമ്പനികളെ സഹായിക്കാനാണ് എന്നുള്ള ആക്ഷേപം ആ ഘട്ടത്തിൽ തന്നെ ഉയരുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ എന്താണ് ചെയ്തത്? സെബിയുടെ അംഗീകാരത്തോടു കൂടി ഇദ്ദേഹത്തിന്റെ തന്നെ നിയന്ത്രണത്തിലുള്ള ഒരു കമ്പനി സ്റ്റോക്ക് മാർക്കറ്റിൽ, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിയമപരമായി രജിസ്റ്റർ ചെയ്തു. അപ്പോൾ കാലങ്ങളായി നടക്കുന്ന ഏർപ്പാടാണ് ഇത് എന്നുള്ളതാണ്. അതാരും അറിഞ്ഞിട്ടില്ല, അതാരും ചോദ്യം ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ മുൻപ് സൂചിപ്പിച്ച ഈ ആക്ട് ഉണ്ടല്ലോ, അതായത് സെബി ആക്ടിന്റെ ലംഘനം ഒരുപാട് തവണ മാധവി ബുച്ച് നടത്തിയിരിക്കുന്നു ഇതിനോടകം തന്നെ. അല്ല, അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ മുഴുവൻ ആർഗ്യുമെൻറ്റും നമ്മൾ ഗൗതം അദാനി എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ ഹിൻഡൻബർഗിൻ്റെ 2023 ജനുവരിയിൽ വന്ന റിപ്പോർട്ടിനകത്ത് ഒരാളുടെ പേര് മാത്രമേ പരാമർശിക്കുന്നുള്ളൂ. ആ പേരെന്ന് പറയുന്നത് വിനോദ് അദാനിയാണ്. ഗൗതം അദാനി എന്നൊന്നും പേരൊന്നും അവിടെ ആരുടെയും പറയുന്നില്ല. അദാനി ഗ്രൂപ്പ് എന്ന കമ്പനികൾ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പേര് പറയുന്നത് വിനോദ് അദാനിയുടെയാണ്. ഈ സെബി നടത്തിയ അന്വേഷണത്തിനകത്ത് ഈ ഷെൽ കമ്പനികൾ നിയന്ത്രിക്കുന്നത് വിനോദ് അദാനിയാണ് എന്ന് പറയുമ്പോൾ ആ വിനോദ് അദാനിക്കെതിരെ ഏതെങ്കിലും വിധത്തിൽ നോട്ടീസ് അയക്കുകയോ ഏതെങ്കിലും ഒരു അന്വേഷണം നടത്തുകയോ ഏതെങ്കിലും ഒരു ചോദ്യം ഇമെയിൽ വഴിയെങ്കിലും അയക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഒന്ന്. പിന്നെ ഗൗതം അദാനി ഗ്രൂപ്പിന് നോട്ടീസ് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അദാനി ഗ്രൂപ്പിന് നോട്ടീസ് കൊടുത്തപ്പോൾ അദാനി ഗ്രൂപ്പ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം ഈ ആരോപണം വന്ന കാലത്ത് ഓർക്കുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു പാരഗ്രാഫിൽ 4-5 ലൈനുള്ള ഒരു പാരഗ്രാഫിൽ
ഒരു പ്രസ് റിലീസ് അദാനി ഗ്രൂപ്പ് ഇറക്കുകയുണ്ടായി. ഇത് ഞങ്ങൾക്കിതുമായിട്ടൊരു ബന്ധമൊന്നുമില്ല, ഈ ആരോപണങ്ങളൊക്കെ തെറ്റാണ്, ബേസ്ലെസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ഒരു മറുപടി ഈ പറയുന്ന അദാനി ഗ്രൂപ്പ് സെബിക്ക് എഴുതി കൊടുത്തു. സെബി അത് വാങ്ങിച്ച് ഫയലിൽ വെച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ആരോപണ വിധേയരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിലുള്ള എൻക്വയറി പ്രൊസീഡിങ്സ് ഇല്ല. ഒന്ന്, നേരത്തെ അനിൽകുമാർ സൂചിപ്പിച്ചതുപോലെ അത്തരത്തിലുള്ള അധികാരങ്ങളൊന്നും സെബിക്കില്ല. അത് CBI പോലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏജൻസികൾ വേണം അത്തരത്തിൽ ആ അന്വേഷണത്തിൽ. യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിന് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ ആ രീതിയിൽ വിദേശത്തും പോയി വിവരങ്ങൾ ശേഖരിക്കാൻ അധികാരപ്പെടുന്ന സ്ഥാപനങ്ങളെയാണ് ഏൽപ്പിക്കേണ്ടിയിരുന്നത്. അപ്പോൾ അവിടെ ആ രീതിയിൽ ഒന്നും ചെയ്തിട്ടില്ല. വിനോദ് അദാനി എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് അതെ അതാണ് അതുപോലും പറഞ്ഞു. കാരണം സെബിക്ക് വിദേശത്തെ ഏതെങ്കിലും അവർക്ക് ഡേറ്റ കിട്ടിയില്ല, ഞങ്ങൾക്ക് വിവരങ്ങൾ കിട്ടിയില്ല എന്ന് പറയുന്നത് ശരിയാണ്. കാരണം നിയമപ്രകാരം അവർക്ക് അധികാരമില്ല. ഇന്ത്യയിലെ ഒരു മാർക്കറ്റ് റെഗുലേറ്റർ മാത്രമാണ് സെബി എന്ന് പറയുന്നത്. അതൊരു അന്വേഷണ ഏജൻസി അല്ല. ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് വിദേശത്തെ ഏതെങ്കിലും കാര്യത്തെ അന്വേഷിക്കാനുള്ള അധികാരമില്ല. അതുപോലെ തന്നെ ഒരു റെഗുലേറ്ററാണ്. അതുപോലെ ടെലികോം റെഗുലേറ്റർ ഉണ്ട്, നമുക്ക് ഇൻഷുറൻസ് മേഖലയിൽ റെഗുലേറ്റർ ഉണ്ട്, പല റെഗുലേറ്റിംഗ് സംവിധാനങ്ങളും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ സംവിധാനങ്ങളുടെ എല്ലാം അധികാരത്തിൻ്റെ ലിമിറ്റേഷൻസിനകത്ത് നിന്ന് ഇത് ഒപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ സീസറിൻ്റെ ഭാര്യയും വിശദമായിരിക്കണമെന്നുള്ള ഒരു ആപ്തവാക്യം നമ്മൾ പറയാറുണ്ട്. ഒരു റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ കോടിക്കണക്കിന് ആളുകൾ, ചെറുകിട നിക്ഷേപകർ, ഇടത്തര നിക്ഷേപകർ, വൻകിട നിക്ഷേപകർ ഉൾപ്പെടെ കോടിക്കണക്കിന് ആളുകൾ സ്റ്റോക്ക് മാർക്കറ്റിലും മ്യൂച്വൽ ഫണ്ടുകളിലും അതുമായി ബന്ധപ്പെട്ട ഇൻസ്ട്രുമെൻറ്റുകളിൽ നിക്ഷേപിക്കുന്നുണ്ട്. ആ നിക്ഷേപകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് നിയുക്തമായിരിക്കുന്ന സുതാര്യമായി ഈ കച്ചവടങ്ങൾ നടക്കുന്നു. വാങ്ങുന്നവനും വിൽക്കുന്നവനും പണം കിട്ടുന്നുണ്ട്. ഒരു തരത്തിലുള്ള കുഴപ്പങ്ങളും അതിനകത്ത് ഉണ്ടാവുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട സ്ഥാപനമാണ് ഈ സെബി എന്ന് പറയുന്ന ഒരു റെഗുലേറ്ററാണ്. ആ റെഗുലേറ്റർക്ക് നിർലജ്ജം പറയാണ് അവർക്ക് ഉണ്ടായിരുന്നു, അത് ഭർത്താവിലേക്ക് മാറ്റി. ഇതൊക്കെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് അപഹാസ്യമായ ആരോപണങ്ങളല്ലേ, അപഹാസ്യമായ മറുപടികളല്ലേ ഇവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഈ BJP പ്രതിനിധികൾ അദാനിക്ക് വേണ്ടി ഇത്ര ആവേശപൂർവ്വം വാദിച്ച് സ്വയം അപഹാസ്യരാവുന്നത്? അദാനി ഏതെങ്കിലും BJPയുടെ ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ അംഗമാണോ? അദാനി BJPയുടെ പാർലമെൻ്ററി പാർട്ടിയിലെ അംഗമാണോ? ഏതെങ്കിലും രീതിയിൽ അവർക്ക് ആ രീതിയിലുള്ള എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. അപ്പോൾ മാധവി ബുച്ച് ഒന്നും ചെയ്തിട്ടില്ല. മാധവി ബുച്ചിൻ്റെ ഇതൊക്കെ ഇവരെന്തിനാണ് വാദിച്ച് ഉറപ്പിക്കാൻ നടക്കുന്നത്? ഈ സ്വയം അപഹാസ്യ കഥാപാത്രങ്ങളായിട്ട് നടക്കുന്നതിൻ്റെ കാര്യം എന്താണ്? അവർക്ക് ഒരു കാര്യമെങ്കിലും പറയാം, മാന്യതയുണ്ടെങ്കിൽ പറയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ആര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അന്വേഷണം നടക്കണം, അവർ ശിക്ഷിക്കപ്പെടണം, അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. അത് പറയാൻ പോലും പറ്റുന്നില്ല. അത് പറയാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ഇതുപോലെ തന്നെ നിരവധി കാര്യങ്ങൾ, അദാനിക്കെതിരെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഹിൻഡൻബർഗ് റിപ്പോർട്ട് വന്ന സമയത്ത് തന്നെ മറ്റൊരു റിപ്പോർട്ട് വന്നിരുന്നു. ഇന്തോനേഷ്യയിൽ നിന്ന് കൽക്കരി ഇറക്കുമതി ചെയ്തത് അതിൽ ബില്ലിലും ഇറക്കുമതി രേഖകളിലൊക്കെ മഹാകൃത്രിമം കാണിച്ച് വലിയ തോതിൽ വില ഉയർത്തി കാണിച്ചിട്ട് ഇന്ത്യയെ കൊണ്ടുവന്ന് ഇവിടുത്തെ പാവപ്പെട്ട ഈ കൽക്കരി ഉപയോഗിച്ചുള്ള താപവൈദ്യുത നിലയങ്ങൾക്ക് അടിച്ചേൽപ്പിച്ച് വിൽക്കുന്ന സ്ഥിതിവിശേഷം നമ്മൾ കണ്ടു. എത്ര കോടി രൂപയാണ്. അതും ഇതുപോലൊരു വിദേശത്തു നിന്നൊരു സ്ഥാപനം തന്നെയാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത്. അങ്ങനെ നിരന്തരമായി എല്ലാ രീതിയിലുള്ള ആരോപണങ്ങളിലേക്ക് ഈ പറഞ്ഞ അദാനി ഗ്രൂപ്പ് നേരിടുന്ന സമയത്ത് അവർ വെള്ളപൂശ് നിർത്തുകയാണ്. അവരെങ്ങനെയും വെള്ളപൂശ് നിർത്തുകയാണ്. പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, സ്റ്റോക്ക് മാർക്കറ്റിനെ തകർക്കാനായിട്ട് ശ്രമിച്ചതാണെങ്കിൽ ഈ ജനുവരിയിൽ 2023 ജനുവരിയിൽ വന്നതിന് ശേഷം ഇപ്പം എന്താ സ്റ്റോക്ക് മാർക്കറ്റ് ഇത്രയും ഉയരാൻ കാരണം? പ്രിൻ്റ് മാധ്യമനേറെ 1 ലക്ഷം പോയിന്റ് കടക്കാൻ പോകുന്നു. അപ്പോൾ ഇവർ തകർക്കാൻ ശ്രമിച്ചിട്ട് തകർക്കാൻ പറ്റുന്നില്ല എന്നുള്ളതല്ലേ? അപ്പോൾ അങ്ങനെ തകർക്കാൻ പറ്റുന്നൊരു കാര്യമല്ല.
അതിനകത്ത് ആളുകൾ പൈസ നിക്ഷേപിച്ചിട്ടുണ്ട്, നല്ല നല്ല കമ്പനികൾ മാന്യമായിട്ട് ഇടപാട് നടത്തുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഹിൻഡൻബർഗ് വിചാരിച്ച തകർന്നു പോകുന്ന സാധനമൊന്നുമല്ല. പ്രിന്റു മഹാദേവ്, അപ്പോൾ മാധവി ബുച്ചിന് ഇത്തരത്തിലൊരു അക്കൗണ്ട് ഉണ്ടായിരുന്നു. സെബിയുടെ തലപ്പത്തേക്ക് വരുന്നതിന് മുൻപ് അവർ അതിന്റെ ഭർത്താവിന്റെ പേരിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത്രയും കാര്യം പ്രിന്റുവും അംഗീകരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു അന്വേഷണം പോലും വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് BJP അങ്ങ് എത്തിച്ചേരുന്നത്, കേന്ദ്ര സർക്കാർ എത്തിച്ചേരുന്നത്? പ്രതിപക്ഷത്തെ ഒരു നേതാവിനെതിരെയായിരുന്നു ഇത്തരത്തിലൊരു വിദേശ ഏജൻസി ആരോപണം ഉന്നയിച്ചതെങ്കിൽ നിങ്ങൾ ഇതേ നിലപാട് സ്വീകരിക്കുമായിരുന്നു? അല്ല, ഈ വിദേശ ഏജൻസിയുടെ വിശ്വാസ്യതയുമായി ബന്ധപ്പെട്ട് പരമോന്നത നീതിപീഠം തന്നെ നിരീക്ഷിച്ചിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ ഇവിടെ പറഞ്ഞു, ഈ അദാനിയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ അദാനിക്ക് മാത്രമാണ് നഷ്ടമുണ്ടായതെന്ന് നേരത്തെ സൂചിപ്പിച്ചു. അങ്ങനെയല്ല. അദാനിയുമായി ബന്ധപ്പെട്ട് ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ട് വന്നപ്പോൾ $100 ബില്യൺ തകർച്ചയാണ് ഇന്ത്യൻ ഓഹരി വിപണി നേരിട്ടത്. 7 മാസം മന്ദീഭവിപ്പിച്ചു ഇന്ത്യൻ ഓഹരി വിപണിയെ. അതിനുശേഷം വീണ്ടും 2024 ഇന്ത്യൻ ഓഹരി വിപണി തിരിച്ചു കയറുന്നത്. നമ്മൾ മനസ്സിലാക്കണം. 2024 തിരിച്ചു കയറി 2024 ജൂലൈ മാസത്തിന്റെ അകത്തും സർവകാല റെക്കോർഡോടുകൂടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ 81,136 പോയിന്റിൽ എത്തി നിൽക്കുന്നത്. ആ പോയിന്റിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ഇത്തരത്തിലുള്ള ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ടുകൾ വരുന്നത്. അതാണ് ഞങ്ങൾ ആസൂത്രിതമായിട്ടുള്ള ആഗോള ഗൂഢാലോചന പറയുന്നത്. കാരണം ഹിൻഡൻബർഗ് എന്ന് പറയുന്നത് ഒരു അന്വേഷണ ഏജൻസി ഒന്നുമല്ല, അല്ലെങ്കിൽ ലോകത്തിലെ കുറ്റകൃത്യങ്ങൾ സ്ഥാപനങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് പ്രിന്റു മഹാദേവ്. അതിന്റെ തെളിവുകളും പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ ഹിൻഡൻബർഗ് എന്താ എല്ലാ രാജ്യത്തെ സ്വന്തം രാജ്യത്തെ പോലും ഇങ്ങനെ തകർക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന സ്ഥാപനമാണോ? അങ്ങനെയാണെങ്കിൽ അതിനെ ബാൻ ചെയ്യാമല്ലോ അല്ലേ? ഈ ഉന്നയിക്കുന്ന ഏജൻസിയുടെ വിശ്വാസ്യത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 7 മാസമാണ് ഇന്ത്യൻ മാർക്കറ്റിനെ ഒറ്റ റിപ്പോർട്ടിന്റെ പ്രിന്റു മഹാദേവി ഏജൻസിയുടെ വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ടിനനുസൃതമായിട്ട് ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ട് വിശ്വാസയോഗ്യമല്ല എന്ന് തോന്നുന്നത് ഇന്ത്യയിൽ മാത്രമാണ്. അത് എന്തുകൊണ്ടാണ്? ആരോപണം ഉന്നയിച്ചത് അദാനിക്കെതിരെയും ഇപ്പോൾ സെബിയുടെ തലപ്പത്തിരിക്കുന്ന ആളിനെതിരെയും ആയതുകൊണ്ട്. ഇതേ ഹിൻഡൻബർഗ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിയമ നടപടികൾ കോടതികൾ സ്വീകരിച്ചിട്ടുണ്ട് ഇവിടെ പ്രിന്റു മഹാദേവ്. അപ്പോൾ എന്താണ് ഈ സ്ഥാപനത്തിന് വിശ്വാസ്യത ഇല്ലാത്തത് കൊണ്ടാണോ? അങ്ങനെയാണെങ്കിൽ ആ കോടതിക്ക് എന്തുകൊണ്ട് സംശയം ഉണ്ടായില്ല? അല്ല, സെബിയുടെ ഹെഡിനെതിരെ സ്വാഭാവികമായിട്ട് ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് അത് ബാധിക്കുന്ന ഊഹക്കച്ചവടമാണല്ലോ സ്റ്റോക്ക് മാർക്കറ്റ്. ആഗോളതലത്തിൽ യുദ്ധങ്ങൾ, ക്രൂഡ് ഓയിലിന്റെ വില, ചെറിയതും വലുതുമായ സംഭവ വികാസങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിനെ സ്വാധീനിക്കാറുണ്ട്. സ്വാഭാവികമായിട്ട് സെബിയുടെ ഹെഡ് തന്നെ ഇത്തരത്തിലൊരു കൃത്രിമത്തിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞ് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന്റെ ഔചിത്യവും ഉദ്ദേശശുദ്ധിയുമാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. അല്ലാതെ ഞങ്ങൾ ഇങ്ങനെ ഒരു ഏർപ്പാടിൽ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ഈ രാജ്യത്തെ ഒരു റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങൾ എന്തടിസ്ഥാനത്തിൽ തള്ളിക്കളയണം? അതിന് കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണം വേണ്ടേ? അത് നിശ്ചയിക്കേണ്ടത് അല്ല, ഏതെങ്കിലും ഒരു വിദേശ ഏജൻസി പറയുന്ന റിപ്പോർട്ടിനനുസൃതമായിട്ട് പ്രവർത്തിക്കേണ്ടത്. അവരുടെ ഉദ്ദേശം, ഹിൻഡൻബർഗിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ ഇടിവുണ്ടാക്കിക്കൊണ്ട് അതിന്റെ ലാഭം കൊയ്യുക എന്നുള്ളത് തന്നെയാണ്. അവർ അതിൽ വിജയിച്ച ആളുകളാണ്. 7 മാസം വിജയിച്ച് അതിന്റെ ലാഭം കൊയ്ത ആളുകളാണ് ഹിൻഡൻബർഗ്. ആ ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ടിന്റെ പുറത്ത് വീണ്ടും ഹിൻഡൻബർഗിനെ ഇവിടെ ഈ പറയുന്ന പ്രതിപക്ഷമൊക്കെ അങ്ങേയറ്റം വലിയ അല്ലല്ല, സെബി ആക്ട് 92 നിലവിൽ വരുമ്പോൾ തന്നെ സെബി ആക്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായി പറയുന്നത് പ്രൊട്ടക്ട്സ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് എന്നുള്ളതാണ്. ഇൻവെസ്റ്റേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുക. അതിന് സെബിക്ക് തൽക്കാലം സാധിച്ചിട്ടില്ല എന്നത് വളരെ കൃത്യമാണ്. കട്ടവന്റെ തലയിൽ കോഴിക്കള്ളന്റെ തലയിൽ പപ്പിരിക്കുമെന്ന് പറയുന്ന പോലെ ഇതിൽ ഇപ്പോൾ മിസസ് ബുച്ചിന്റെ തലയിലും പപ്പുണ്ട്, അദാനിയുടെ തലയിലുമുണ്ട്. നാളെ അത് നരേന്ദ്രമോദിയുടെ തലയിലേക്കും വരും. ഇനി പ്രിന്റു പറയുന്നത് പോലെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് തകർന്നടിയുകയാണ് ഹിൻഡൻബർഗ് റിപ്പോർട്ടെങ്കിൽ നമ്മൾ മൗനം പാലിച്ചാലും തള്ളിക്കളഞ്ഞാലും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന് ആ റിപ്പോർട്ടിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റിനെ തിരിച്ചു കയറാൻ പറ്റില്ല. എങ്ങനെയാണ് തിരിച്ചു കയറാൻ പറ്റുന്നത്? സുതാര്യമായ അന്വേഷണം നടത്തി ഹിൻഡൻബർഗ് റിപ്പോർട്ട് തെറ്റാണെന്ന് സ്ഥാപിക്കുമ്പോഴാണ് തിരിച്ചു കയറാൻ പറ്റുന്നത്. പെട്ടിക്കടയിൽ പ്രതിപക്ഷ നോക്കൂ നിങ്ങൾ, 2024 അദാനി കമ്പനികൾ തിരിച്ചു കയറി ഷെയർ മാർക്കറ്റിനകത്ത്. നിങ്ങൾ ഈ പ്രതിപക്ഷവും മാധ്യമങ്ങളും ഇന്ത്യൻ സർക്കാരും ചേർന്നിട്ടുള്ള ആസൂത്രിതമായ ഗൂഢാലോചനയാണ്. ആ ആസൂത്രിത അല്ലെന്നേ പ്രിന്റു പെട്ടിക്കടയിൽ പ്രതിപക്ഷ നേതാക്കൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെന്ന് അറിഞ്ഞാൽ രാത്രി മതില് ചാടിക്കറിന് അറസ്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ ഇഡി അവരെവിടെ പോയി? ഇനി അങ്ങ് പറയുന്ന പോലെ പ്രതിപക്ഷം കൂടി ചേർന്നുള്ള ഒരു കളിയാണെങ്കിൽ JPC അന്വേഷണത്തെ അതുകൂടെ വന്നോട്ടെ, ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ക്ലിയർ ആണ് വസന്ത്. സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് ഇടപെടുന്നത്. പറഞ്ഞോളൂ ശ്രീ ജോർജ് ജോസഫ്, പറഞ്ഞോളൂ ചുരുങ്ങിയ വാക്കുകളിൽ.
അല്ല, ഒറ്റ കാര്യമാണ്. അതായത് ഈ ഹിൻഡൻബർഗ് എന്ന് പറയുന്ന കമ്പനി ഈ വിവാദം ഉണ്ടായതിനു ശേഷം അവർ ഈ ഷോർട്ട് സെല്ലിങ്ങോ അവരുടെ ഇടപാടിലൂടെയോ ഈ ഓഹരികളിൽ എന്ത് നേട്ടം ഉണ്ടാക്കി എന്നുള്ളത് അവർ വ്യക്തമായിട്ട് അതിന് ശേഷം സ്റ്റേറ്റ്മെൻറ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. അവർ ട്രാൻസ്പെറൻ്റ് ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഇത്ര കോടി രൂപ ഞങ്ങൾക്ക് ഇന്ന ബിസിനസ്സിലൂടെ ഞങ്ങൾ നേടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇവർ പറയട്ടെ. ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഹിൻഡൻബർഗിൻ്റെ വിശ്വാസ്യത. ഹിൻഡൻബർഗിന് ഇന്ത്യയിലെ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡിനേക്കാൾ വിശ്വാസ്യത ഉണ്ടെന്ന് ഇപ്പോൾ മനസ്സിലാക്കണം. കാരണം സെബിക്ക് വിശ്വാസ്യതയില്ല. സെബിയുടെ തലപ്പത്തിരുന്നത് കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ RBI ഗവർണർ കള്ളനോട്ടടിക്കാരുമായിട്ട് ചേർന്ന് ബിസിനസ് നടത്തുന്ന ഒരു ഇടപാട് നടത്തി സ്ഥാപനമായി സെബി മാറി. സെബിക്ക് ഇനി എന്ത് ക്രെഡിബിലിറ്റിയാണ് ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റിലുള്ളത്? ഇന്ത്യയിലെ നിക്ഷേപകരുടെ മുഖത്ത് അവർ എന്ത് മറുപടിയാണ് പറയാൻ പോകുന്നത്? അതുകൊണ്ട് ഇതിനകത്ത് ഈ കൃത്യമായ അന്വേഷണത്തിലൂടെ ഈ ആളുകളെ പുറത്തു കൊണ്ടുവരണം. ഈ സ്വകാര്യ മേഖലയിൽ ശ്രീ അനിൽകുമാർ നോക്കൂ, അതാണ് നമ്മുടെ രാജ്യത്തിന്റെ ആവശ്യമെങ്കിലും ഒരു വിദേശത്തെ ഏജൻസി ഉന്നയിച്ച ആരോപണത്തിൽ അന്വേഷണമേ ഇല്ല എന്നുള്ളതാണ് പ്രിന്റുവിന്റെ വാക്കുകൾ ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഉന്നയിച്ച് നിങ്ങൾ ആവശ്യപ്പെട്ട തരത്തിൽ, പ്രതിപക്ഷം ആവശ്യപ്പെട്ട തരത്തിൽ ഒരു അന്വേഷണവും ഇവിടെ ഉണ്ടാകില്ല. സെബിയെ കണ്ണുമടച്ചങ്ങ് വിശ്വസിക്കുക. അല്ല, ചോദ്യം ഇതാണ്, ഇന്ത്യ രാജ്യത്തെ കമ്പനികൾക്ക് വിദേശത്തുള്ള കമ്പനികളുമായി ഇടപാട് നടത്താൻ അവകാശമുണ്ടോ? വിദേശത്തു നിന്നുള്ള കമ്പനികൾ നമ്മുടെ രാജ്യത്തെ കമ്പനികളിൽ ഓഹരി നിക്ഷേപിക്കുന്നതിന് അവകാശമുണ്ടോ? അത് പ്രകാരം നിക്ഷേപങ്ങൾ നടക്കുന്നുണ്ടോ? ആ നടക്കുന്നതിന് സെബി അംഗീകാരം കൊടുക്കുന്നുണ്ടോ? അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ ഓഹരി വിപണി എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ ആണെങ്കിൽ അതിൽ നടക്കുന്ന തെറ്റായ കാര്യങ്ങളെ സംബന്ധിച്ച് ആരെങ്കിലും ഒരു വസ്തുതാപരമായ കാര്യം ഉന്നയിക്കപ്പെട്ടാൽ ഒന്നുകിൽ അത് വസ്തുതയാണ് അല്ലെങ്കിൽ വസ്തുതയല്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഇവിടെ ആരാണ് ആരോപണ വിധേയൻ? അദാനിയാണ് ആരോപണ വിധേയൻ. അവിടെ ആർക്കാ ഇപ്രകാരം നിക്ഷേപമുള്ളത്? സെബിയുടെ ചെയർപേഴ്സൺ ആയിട്ടിരുന്ന ആളുടെ ഭർത്താവിൻ്റെ പേരിലാണ് ഇപ്പം നിക്ഷേപം. അവർക്ക് തന്നെ ബന്ധമുണ്ടായിരുന്നു. അവർ തന്നെ ഈ അദാനിക്കെതിരെ മുമ്പ് ആരോപണം ഉന്നയിച്ച ആൾ തന്നെയാണ് സെബിയുടെ ചെയർപേഴ്സൺ ആയിട്ടിരിക്കുന്നത്. അതും മറ്റൊരു വസ്തുത. പ്രധാനപ്പെട്ട ചോദ്യം എന്താണ്? ഞാൻ ഇന്നത്തെ ചർച്ചയിൽ ഇരിക്കുന്ന ഒരു ചോദ്യം, വിനോദ് അംബാനി എന്ന് പറഞ്ഞ ആളാണല്ലോ യഥാർത്ഥത്തിൽ ഈ ഷെൽ കമ്പനികൾ ഉണ്ടാക്കി പണം തട്ടിയെടുത്തു അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ വിപണിയെ കബളിപ്പിച്ചു എന്നുള്ള ഹിൻഡൻബർഗിൻ്റെ ഫസ്റ്റ് റിപ്പോർട്ട് പറയുന്ന വിനോദ് അംബാനിയാണ്. ഈ സെബിയുടെ തലവര് വിനോദ് അംബാനിക്ക് ഒരു നോട്ടീസെങ്കിലും അയച്ചിട്ടുണ്ടോ? ഞാൻ പ്രിന്റു മഹാദേവനോട് ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. ഒറ്റ ചോദ്യമുള്ളൂ. ഹിൻഡൻബർഗിന്റെ ഒന്നാമത്തെ റിപ്പോർട്ടിലെ ആരോപണ വിധേയനായ വിനോദ് അംബാനിക്കെതിരായി സെബി ഒരു നോട്ടീസെങ്കിലും അയച്ചോ? അതാണ് ഉത്തരം പറയേണ്ടത്. അയക്കാത്തതിന് കാരണം കോൺഫ്ലിക്റ്റിംഗ് ഇൻട്രസ്റ്റ് ഉണ്ട്. സെബിയുടെ ചെയർപേഴ്സണ് അദാനിയുടെ കമ്പനികളിൽ തന്നെ ഷെയർ ഉണ്ട്. ഇതാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ എത്ര കൈകാലിട്ടടിച്ചാലും ഇതൊക്കെ നാട്ടിലെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇടപെടുകയാണ്. നോക്കൂ, കാര്യങ്ങൾ ഏറെക്കുറെ സുതാര്യമായി ആളുകളുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. വളരെ നന്ദി ശ്രീ കെ അനിൽകുമാർ, വസന്ത് ശ്രീയക്ക്, പ്രിന്റു മഹാദേവ്, ജോർജ് ജോസഫ്, ന്യൂസ് ആൻഡ് വ്യൂസ് സഹകരിച്ചതിനായി.